ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് അവസാനത്തെ ക്ലാസ്സാണ് ഈ കിതാബിൻ്റെ അസ്സർഫു സഗീറിൻ്റെ. അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സർഫിൻ്റെ 5 ഭാഗങ്ങൾ അവസാനത്തെ ഭാഗമാണ്. അൽ അഹ്കാമുൽ മുഷ്തറക്ക അല്ലെങ്കിൽ തസ്രീഫു അല്ലെങ്കിൽ തസ്രീഫുൽ മുഷ്തറക് ബൈനൽ അസ്മാഇ വൽ അഫ്ആൽ. അതിന് മുമ്പായിട്ട് തസ്രീഫുൽ അസ്മാഇൽ ഇസ്മുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു ഭാഗമുണ്ട്. നമ്മൾ പറഞ്ഞു 5 തരം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ഇസ്മിൻ്റെ. 6 അതിൽ ജാമിദും മുഷ്തഖും പറഞ്ഞപ്പോൾ മുഷ്തഖാത്തിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഇസ്മു സമാൻ, ഇസ്മു മക്കാൻ, ഇസ്മുൽ ഹാലൊക്കെ അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ അതിൽ ജാമിദിനെ കുറിച്ച് പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ജാമിദ് ഒന്ന് ഇസ്മുൽ ജിൻസിൽ ഹിസ്സി, രണ്ടാമത്തേത് മസ്ദർ. ഇത് രണ്ടാണ് ജാമിദായ ഇസ്മുകൾ. അതിൽ ഇസ്മുൽ ജിൻസ് അൽ ഹിസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അസദ് എന്ന് പറയുന്ന പോലെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വസ്തുക്കൾ, അതിൻ്റെ ജിൻസിന് പറയുന്ന ഇസ്മുകൾ, ഒരു വർഗത്തെ മൊത്തം ഉൾക്കൊള്ളുന്ന ഇസ്മുകളാണ്. രണ്ടാമത്തേത് മസ്ദർ. മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താ? സമായിരിക്കും. മസ്ദർ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. നമ്മൾ ഇസ്മുകളെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യദുല്ലു അല ഹദസിൻ ഫഖത്ത്, ഒരു സംഭവത്തെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കുന്നു. അഥവാ ഫെയിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഫെയിലിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, മദല്ല അല ഹദസിൻ മഅസമൻ. ഫെയിലിൻ്റെ താരീഫ് ഡെഫിനേഷൻ അതാണ്. ഒരു സംഭവം നടന്നു, അതേത് സമയത്താണ് നടന്നത്, അതിൻ്റെ ടെൻസ് അതുകൂടി പറയുന്ന പദത്തിനാണ് ഫെയിൽ എന്ന് പറയാം. അപ്പോൾ കാല എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരം എന്ന് പറയുന്ന പ്രവൃത്തിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ പ്രവൃത്തി സംഭവിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഈ സംസാരം നടത്തുന്നതിൻ്റെ മുമ്പാണ്. ഞാനൊരാളെക്കുറിച്ച് പറയുകയാണ്, കാലലി, അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിന് മുമ്പാണ് അവൻ ആ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന വാക്കിനാണ് നമ്മൾ ഫെയിൽ എന്ന് പറയുന്നത്. മസ്ദർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം, അതായത് ഒരു ഹദസ്, ഒരു സംഭവം നടന്നു എന്ന് മനസ്സിലാക്കി തരുന്നു. പക്ഷെ എപ്പോഴാണെന്ന് മനസ്സിലാവുന്നില്ല. ഉദാഹരണത്തിന് കളി, ലൈബുൻ എന്നുള്ള വാക്ക്. ലൈബുൻ എന്ന് പറഞ്ഞാൽ എന്താ? കളി. കളി എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നോ കളിക്കുന്നു എന്നോ കളിക്കുമെന്നൊന്നുമല്ല, വെറും കളി എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ള വാക്കുകൾക്കാണ് മസ്ദർ എന്ന് പറയുന്നത്. നഹ്വു ഏതുപോലെ? ജുലൂസിൻ, ഇരുത്തം. ഇരുത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെൻസ് അതിൻ്റെ കൂടെ ഇല്ല, ജമൻ കാലമില്ല. ഖൗലുൻ യദുല്ലു അല ഹദസിൻ വഹുൽ ജുലൂസ്. ജുലൂസ് എന്ന വാക്ക് ജുലൂസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നത് മാത്രം. ദൂന ദലാലത്തിൻ അല സാഹിബിഹി ഔ ജമാനിഹി ഔ മക്കാനിഹി ഔ ആലത്തിഹി. അത് ചെയ്തത് ആരാണ്, ഏത് കാലത്താണ്, അല്ലേ? ഇപ്പോൾ ആരാന്ന് വെച്ചാൽ ജലസത്ത് എന്നായിരുന്നെങ്കിൽ അത് പെണ്ണാണെന്ന് മനസ്സിലാക്കാമായിരുന്നു നമുക്ക്. അപ്പോൾ അതൊന്നും അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഉപകരണം. ഇപ്പോൾ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം അങ്ങനെ ഉള്ള യാതൊരു വേറെ ഒരു ദലാലത്തും വേറൊരു സൂചനകളും ഇല്ല, ആകെ ആ പ്രവൃത്തിയുടെ പേര് മാത്രം. അതിനാണ് മസ്ദർ എന്ന് പറയുന്നത്. വലാബിത്തുഹു, അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു വാക്ക് മസ്ദറാന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അന്നഹു അത്തസ്രീഫു സാലിസുൽ ലിൽ ഫിഅൽ. ഫിഅലിൻ്റെ സർഫ് പറയുമ്പോൾ, ഇവിടെ സർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോൾ ഒരു ഫിഅലിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക, അതാണ് ഇവിടുത്തെ സർഫ് എന്ന് പറയുന്നത്. ഡിക്ഷണറിയിൽ ഒരു വാക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ മാദി മുളാരിയും മസ്ദറുമാണ് പറയാം. നമ്മൾ കത്തബ എന്നുള്ള ഫിഅൽ ഡിക്ഷണറി തുറന്ന് നോക്കിയാൽ കത്തബ യക്തുബു കത്ബൻ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഡിക്ഷണറിയിൽ കാണുന്ന 3ാമത്തെ രൂപം അതിനാണ് മസ്ദർ എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഉദാഹരണത്തിന് ഫതഹ യഫ്തഹു ഫത്ഹൻ, വജലസ യജ്ലിസു ജുലൂസൻ, വൻതൊലക യൻതൊലിഖു ഇൻതിലാഖൻ. ഇതിലൊക്കെ കാണുന്ന ഈ 3ാമത്തെ രൂപമാണ് മസ്ദർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അതാണ് പ്രധാനപ്പെട്ട ഭാഗം. സിയാഗത്തുഹു മിന സുലാസി. ഒരു സുലാസിയായ ഫേലിൽ നിന്ന് എങ്ങനെ മസ്ദർ ഉണ്ടാക്കാം? അതിന് മുമ്പായിട്ട് സൂചിപ്പിച്ചു അക്സരിയത്തുൻ ലാ മുത്തരിദ. ഈ പറയുന്നത് അധിക ഫേലുകളുടെയും കാര്യമാണ്, എല്ലാത്തിലും ഇത് ബാധകമായിക്കൊള്ളുന്നില്ല. ഒന്ന്, ഫഅല അൽ മുഅ്തദി വഫഅല അൽ മുഅ്തദി അഫ്വൻ മുതഅദ്ദി. ഫഅല അൽ മുതഅദ്ദി വഫഅല അൽ മുതഅദ്ദി. ഫഅല ഫഅല എന്നീ 2 രൂപത്തിലുള്ള ഫേലുകൾ, മാദിയായ ഫേല് ഫഅലയോ ഫഅലയോ ആണെങ്കിൽ ഒരു ഷർത്തും കൂടി ഉണ്ട്, മുതഅദ്ദി ആയിരിക്കണം, ലാസിമാവരുത്. ലാസിമ മുതഅദ്ദി എന്താ വ്യത്യാസം നമ്മൾ പറഞ്ഞത്? ലാസിം എന്ന് പറഞ്ഞാൽ മഫ്ഊലുൻ ബിഹി ഉണ്ടാവില്ല. അപ്പോൾ മുതഅദ്ദിയായ അഥവാ മഫ്ഊൽ ബിഹി ഉള്ള ഫഅല ഫഅല എന്നീ വസ്നുകളിലുള്ള ഫിഅൽ മാദിയിൽ നിന്നാണ് മസ്ദർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ മസ്ദറിൻ്റെ വസ്ന് ഫഅലുൻ എന്നായിരിക്കും. ദറബ ദർബൻ. ദർബ എന്നുള്ള ലാസിമാണ് മുതഅദ്ദിയാണോ? മുതഅദ്ദിയാണ്. ഒരാളടിച്ചു, ദറബഹു. ഇങ്ങനെ മുതഅദ്ദിയാണെന്ന് അറിയാം. അതിൻ്റെ കൂടെ ഹാ ഉൽ ദമീർ, ഹു എന്ന് പറയുന്ന ആ ഹാ വെച്ച് കൊടുത്താൽ മതി. ദറബഹു എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് മുതഅദ്ദിയായിരിക്കും. അപ്പോൾ ദർബൻ എന്നാണ് അതിൻ്റെ മസ്ദർ. എന്തുകൊണ്ട് ദർബൻ എന്ന് പറഞ്ഞു, ദർബിൻ എന്ന് പറയാത്തത്? അങ്ങനെയാണ് അതിൻ്റെ രീതി. പ്രത്യേകിച്ച് കാരണമൊന്നും, വലിയൊരു കാരണമൊന്നും പറയാനില്ല. അങ്ങനെയാണ് ഡിക്ഷണറികൾ കാണുന്നത്, അങ്ങനെയാണ് അറബികൾ പറയുന്നത്. ദറബ യദ്രിബു ദർബൻ. എന്നാൽ ദർബുൻ എന്നില്ലേ,
ഉണ്ട്. ലർബുൻ എന്നുള്ള വാക്കുണ്ട്, ലർബിൻ എന്നുള്ള വാക്കുണ്ട്. അതൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കുക? അല്ല, ഏതൊരു ഇസ്മിനും റഫും വരും, നസ്ബും വരും, ജറും വരും. അതിനെക്കുറിച്ച് പഠിക്കുന്നത് നഹ്വിലാണ്. അതൊക്കെ ഇതും അനുഭവിക്കേണ്ടി വരും. ഈ മസ്തറും അതിനൊക്കെ വിധേയമാണ്. മസ്തർ ഇസ്മാണോ ഫെയിലാണോ? ഇസ്മാണ്. തുടങ്ങിയത് തന്നെ ഇസ്മുൻ യദുല്ലു അല ഹദസിൻ ഫഖത്ത് എന്നാണല്ലോ. അപ്പോൾ ഇസ്മിന് ബാധകമായ നിയമങ്ങളൊക്കെ, നഹ്വിൻ്റെ നിയമങ്ങളൊക്കെ ഇതിന് ബാധകമായിരിക്കും. പക്ഷേ നമ്മൾ അത് നഹ്വിൻ്റെ നിയമങ്ങളൊന്നും അപ്ലൈ ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിനെ നസ്ബ് ചെയ്തിട്ടാണ് ദർബൻ എന്നാണ് പറയാം. കത്തബ് യക്തുബു കത്ബൻ എന്നാണ് പറയാം ഡിക്ഷണറിയിൽ. പക്ഷേ ഉപയോഗത്തിൽ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ജലസൻ്റെ ജുലൂസുൻ എന്നല്ലേ പറഞ്ഞത്, ഇത് തന്നെ മത്തനിൽ കൊടുത്തത് നഹു ജുലൂസിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു സമ്പ്രദായം അങ്ങനെയാണ്. അതിനെ നസ്ബ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ചില കാരണങ്ങളുണ്ട്, പക്ഷേ അത്ര വലിയ പ്രധാനപ്പെട്ട സംഗതികളല്ല. ഇനി സമിഅ സംഅൻ അല്ലെ, ഫഅലൻ എന്നുള്ള വസ്നാണ്. രണ്ടാമത്തേത് ഫഉലയാണെങ്കിലോ, ഫഉല എന്നുള്ള വസ്നിൻ്റെ മസ്ദർ ഫുഊലത്തുൻ എന്നായിരിക്കും. ഏതുപോലെ സഹുല സുഹൂലത്തുൻ, സഹുല സുഹൂലത്തൻ, സഹുല യസ്ഹുലു സുഹൂലത്തൻ. അദുമ അദുമ ആദ്യം പറഞ്ഞു, ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഇത് മുത്തരിദത്തല്ല, അക്സരിയത്താണ്. അധികം അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫആലത്തുൻ എന്നും വരും. ഫഉല വസ്ന് ഫുഊലത്തും വരും, ഫആലത്തും വരും. ഫആലത്തിൻ്റെ ഉദാഹരണം എന്താണ്? ഷജുഅ ഷജാഅതൻ. അതുപോലെ ഫുഅലുൻ എന്നും വരും. നഹു ഏതുപോലെ ഹസുന ഹുസ്നൻ, ഭംഗിയുള്ളതായി, ആ ഭംഗിയുള്ളതാവൽ, അതാണ് ഹുസ്നു. വഖൂലു ലിന്നാസി ഹുസ്ന, അതിൽ വലിയൊരു എന്താ പറയുക, ഭാഷാപരമായൊരു എന്താ പറയുക, ഒരു സൂക്ഷ്മമായ ഫായത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വഖൂലു ലിന്നാസി ഹുസ്നൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? എന്താ അതിൻ്റെ അർത്ഥം? എന്താ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളോട് നിങ്ങൾ സംസാരം നന്നാക്കുക. നേരത്തെ അർത്ഥം പറഞ്ഞാൽ ജനങ്ങളോട് നിങ്ങൾ നല്ലത് പറയുക. അപ്പം നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വാക്ക് അല്ലേ? അപ്പം നന്മ എന്ന് പറയുന്ന സംഗതി ഉള്ള വാക്ക്, അതായത് വഖൂലു ലിന്നാസി ഖൗലൻ ഹസനൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹസനൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖൗലുൻ ഹസൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖൗലുൻ ഫിഹി ഹുസ്ൻ അല്ലേ? ഹുസ്ൻ എന്ന് പറയുന്ന മസ്തർ അതുള്ള വാക്ക് പറയാം. അപ്പോൾ ഹുസ്നുള്ള വാക്ക് പറയാം എന്നുള്ളതിന് പകരം വഖൂലു ലിന്നാസി ഹുസ്ന എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? അത് കുറച്ചും കൂടി എന്താ പറയുക, ആഴത്തിലുള്ള അർത്ഥമാണ്. അതായത് ഈ മസ്തർ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. സാധാരണ മസ്തറിന്ന് ഒരു സിഫത്ത് ഉണ്ടാക്കിയിട്ട് അതാണ് ഉപയോഗിക്കുക അല്ലേ? വഖൂലു ലിന്നാസി ഹസനൻ. ഹസൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ഹസൻ എന്ന് പറയുന്നത് സിഫത്ത് മുഷബ്ബഹയാണ്. ഹസൻ എന്ന് പറയുന്നത് അത് ഹുസ്ന് ഉള്ളതായ വാക്ക്. അതിന് പകരം ഹുസ്ന് തന്നെ പറയുക എന്ന് പറഞ്ഞു. അത് മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മലയാളത്തിൽ രണ്ടിനും മസ്തറിനും സിഫത്ത് മുഷബ്ബഹക്കും ഒരേ വാക്കാണ് പറയുക. നല്ലത് എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ജനങ്ങളോട് നിങ്ങൾ നല്ലത് പറയുക എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ? നന്മയുള്ളത് എന്നാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലത് പറയുക എന്നതിന് പകരം ജനങ്ങളോട് നിങ്ങൾ നന്മ പറയുക എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, അതിൻ്റെ മുകളിലൊരു വാക്ക്, പ്ലെയിൻ ആയിട്ടുള്ളൊരു വാക്ക്, വൈറ്റ് കളർ, അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള കളർ അടിക്കുന്നതാണ് ഈ എന്താ പറയുന്നത്, നല്ല വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളർ തന്നെ ഞങ്ങൾ എടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഹസുന ഹുസ്നൻ, അതാണ് എൻ്റെ മസ്തർ. ഇനി അടുത്തൊരു കായിക, പിന്നെ മസ്തർ 15 മസ്തർ വരെയുള്ള ഫേലുകൾ ഉണ്ടായിട്ടുണ്ട്. 15 മസ്തറാണ് ഈ ഇസ്മുകളുടെ വസിന് ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം. അവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് 300, 1000 ഒക്കെ വസിന് ഇസ്മിനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇസ്മിൻ്റെ വസിനുകൾ ഒഴിവാക്കിയിരുന്നു. ഫേലിൻ്റെത് എത്ര ഉണ്ട്? 19ആണ്. പക്ഷേ ഇസ്മിൻ്റെ നമ്മളപ്പോൾ പറഞ്ഞു 1000 വസിനുണ്ട്. 1000 ഉണ്ടാവാനുള്ള കാരണം ഈ മസ്തറുകളാണ്. 15 വസിന് ഉള്ള ഫേലുകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഒരു ഫായിദ, ഫഇല അൽ ലാസിം, ലാസിമായ ഫഇല വസ്നിലുള്ളൊരു ഫേല്. ഒരു ഉദാഹരണം, ഫഇല വസ്നിലുള്ള ലാസിമായൊരു ഫേല്. ഇതിൽ കൊടുത്ത ഉദാഹരണം ഫരിഹ, സന്തോഷിച്ചു. ഫരിഹഹു എന്ന് പറയും, അവനെ സന്തോഷിച്ചു ഇല്ല. അപ്പോൾ ഇത് ലാസിമാണ്. അപ്പോൾ ലാസിമായ ഫഇല വസ്നിലുള്ള ഫേലാണെങ്കിൽ അതിൻ്റെ മസ്തർ ഫഅലുൻ എന്നായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഹർക്കത്തിന് വ്യത്യാസമുള്ളൂ. നേരത്തെ ഫഅലുൻ നമ്മൾ പറഞ്ഞു, ഇത് ഫഅലുൻ എന്നാണ്. ഫരിഹ ഫറഹൻ. അതിലിനി ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇല്ല ഇന്ദല്ല അല ലൗനിൻ, ലൗന് സൂചിപ്പിക്കുന്നതാണെങ്കിലോ, ഉദാഹരണത്തിന് ഖദിറ, ഖദിറ എന്ന് പറഞ്ഞാൽ പച്ചപ്പായി മാറി. അപ്പം അതിൻ്റെ മസ്ദർ ഖാദറുൻ എന്ന് പറയില്ല, അതിൻ്റെ മസ്ദർ ഫുഅല, ഫുഅലത്തുൻ. ഖദിറ ഖുദ്റത്തൻ, പച്ചപ്പാവൽ. ശരി, അടുത്തത് ഫഅല അൽ ലാസിം.
ഫഅല വസ്നിലുള്ള ലാസിമായ ഫിഅലാണെങ്കിൽ അതിൻ്റെ മസ്ദർ ഫുഊലുൻ എന്നുള്ള രൂപത്തിലായിരിക്കും. ജലസ ജുലൂസൻ, ജലസഹു എന്ന് പറയില്ലല്ലോ, അപ്പോൾ ലാസിമാണ്, ഫഅല വസ്നാണ്, അപ്പോൾ അതിൻ്റെ മസ്ദർ ഫുഊൽ എന്നുള്ള വസ്നിലാണ്. അപ്പോൾ ജലസൻ്റെ മസ്ദർ ജുലൂസൻ. ഇനി ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞു ഇത് അക്സരിയത്താണ്, മുത്തരിദത്തല്ല. അത് സുലാസിയായ ഫേലിൻ്റെ മസ്ദർ, അത് ഫഅലാണെങ്കിൽ ഇങ്ങനെ, ഫൗലാണെങ്കിൽ ഇങ്ങനെ, ഫഅലാണെങ്കിൽ ഇങ്ങനെ, ഫഅല തന്നെ മുതഅദ്ദിയാണെങ്കിൽ ഇങ്ങനെ, ലാസിമാണെങ്കിൽ ഇങ്ങനെ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസിമാണെങ്കിൽ തന്നെ അതിൽ പിന്നെ ലൗന് വേറെ, അല്ലാത്തത് വേറെ. ഇനി ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം പറയുകയാണ് ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, ഇതൊന്നും മുത്തരിദത്തല്ല. മുത്തരിദത്താണ് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാനും പറ്റില്ല, അക്സരിയത്താണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇത് വായിക്കുന്നത്? പ്രത്യേകിച്ച് വലിയൊരു കാര്യമൊന്നുമില്ല. ഫൈനലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഫെയിൽ കിട്ടിയാൽ അതിൻ്റെ മസ്ദർ ഡിക്ഷണറി നോക്കേണ്ടി വരും, എന്നാലും ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ആദ്യം നമുക്ക് നോക്കിയാൽ മതി. പക്ഷേ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും, ഡിക്ഷണറി നോക്കി കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് മറക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ കായികകൾ ഉപയോഗിക്കാൻ പറ്റും, അത്രമാത്രം. ഇനി സുലാസി അല്ലാത്ത ബാക്കിയുള്ളതിൻ്റെ കാര്യം അത് എളുപ്പമാണ്. അത് മുത്തരിദത്താണ്, ഖിയാസിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? കായിദ അതൊരു മാത്സിലൊരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന പോലെ പൂർണ്ണമായും ഫോളോ ചെയ്യും. ഉദാഹരണത്തിന് ഫഅലല, ഫഅലലിൻ്റെ മസ്ദർ ഫഅലലതുൻ. ദഹ്റജ എന്ന് പറഞ്ഞാൽ എന്താണ്? ദഹ്റജ എന്ന് പറഞ്ഞാൽ ഉരുട്ടി. യുദഹ്രിജു മുളാരി, അതിൻ്റെ മസ്ദർ ദഹ്റജതൻ, ഉരുട്ടൽ. അഫ്അല വസ്ന്, അതിൻ്റെ മസ്ദർ ഇഫ്ആലുൻ എന്നായിരിക്കും. അക്രമ ഇക്റാമൻ. ഫഅല മസ്ദർ തഫ്ഈലുൻ, ഉദാഹരണം കസ്സറ തക്സീറൻ, പൊട്ടിച്ചു, പൊട്ടിക്കൽ. ഫഅല അതിൻ്റെ മസ്ദർ മുഫാഅലത്തുൻ എന്നായിരിക്കും. ഖാതല മുഖാതലത്തൻ. ഏതൊരു ഫഅലാണെങ്കിലും ഫഅല വസ്നിലാണ്. നിങ്ങൾ ഉദാഹരണം വേറെ പറഞ്ഞു നോക്കി. ഫഅല നാസഹ മുനാസഹത്തൻ, അല്ലെ? മുനാസഹത്തു വലിയ അമർ, വലിയ അമർ നസീഹത്ത് കൊടുക്കൽ, അങ്ങനെ. ഇനി അടുത്തത് അഞ്ചാമത്തെ. ഇപ്പോൾ നമ്മൾ ഫഅല പറഞ്ഞു, അഫ്അല പറഞ്ഞു, ഫഅല പറഞ്ഞു, ഫഅല പറഞ്ഞു. ഇനി വേറെ കുറേ പറയാത്ത വസ്നുകളില്ലേ? ഇൻഫഅല, ഇഫ്തഅല. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനൊക്കെ കൂടി ഒന്നിച്ച് പറയാണ്. അൽ മബ്ദൂഉ ബി ഹംസത്തി വസ്ൽ, ഹംസത്തുൽ വസ്ൽ കൊണ്ട് തുടങ്ങുന്ന വസ്നുകളൊക്കെ ഫെയിലുകളിൽ നമ്മൾ പറഞ്ഞ 19 വസ്നുണ്ടല്ലോ, മസീദായ 15 അതിലൊക്കെ എന്തുണ്ട്? ഇഫ്തഅലുണ്ട്, ഇഫ്അലുണ്ട്, ഇഫ്ആലുണ്ട്. ഇങ്ങനെ ഹംസത്തുൽ വസ്ന് കൊണ്ട് തുടങ്ങുന്ന കുറേ ഇസ്തഫ്അലുണ്ട്. ഇതിൻ്റെ ഒക്കെ കൂടി ഉള്ള മസ്ദറിൻ്റെ നിയമം ഒന്നാണ് സിയാദത്തി അലിഫിൻ ഖബില ആഖിരിഹി. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ആയിട്ട് ഒരു അലിഫ് കൊടുക്കുക, ലാസ്റ്റ് അക്ഷരത്തിന് മുമ്പ് ഒരു അലിഫ് കൊടുക്കുക. വകസ്രി സാലിഫിഹി, മൂന്നാമത്തെ അക്ഷരത്തിന് കസറും കൊടുക്കുക. ഉദാഹരണത്തിന് ഇൻകസറ. ഇൻകസറൻ്റെ മസ്ദർ എന്താ? നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റത്തിന് മുമ്പ് അലിഫ് കൊടുക്കുക. ഇൻകസറൻ്റെ ലാസ്റ്റ് ലെറ്റർ റാ, അപ്പോൾ അതിൻ്റെ മുമ്പ് അലിഫ് കൊടുത്താൽ പിന്നെ അതിന് മുമ്പ് മൂന്നാമത്തെ അക്ഷരം കസറും. അപ്പോൾ കാഫ് മൂന്നാമത്തെ അക്ഷരം, ഈ ഇൻ കാഫല്ലേ മൂന്നാമത്തെ അക്ഷരം, അപ്പോൾ ഇൻകിസാറൻ, ഇൻകിസാർ. ഇൻകസറ എന്നുള്ള മാതിയിൽ കസറുണ്ടോ? ഇനി അതുപോലെയാണ് ഈ ഹംസത്തുൽ വസ്ൽ കൊണ്ട് തുടങ്ങുന്ന എല്ലാ വസ്നുകളും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇഫ്തഅല വസ്ന്, ഉദാഹരണത്തിന് ഇഫ്തതഹ, അപ്പോൾ ലാസ്റ്റിന് മുമ്പ് അലിഫ് കൊടുത്തു, പിന്നെ മൂന്നാമത്തെ അക്ഷരം താ ആണ്, അപ്പോൾ താന് കസർ കൊടുത്തു. ഇഫ്തി താഹൻ, ഉദ്ഘാടനത്തിന് ഇഫ്തിതാഹ് എന്ന് പറയും. ഇനി അൽ മബ്ദൂ ബി താഇൻ, ഇനി ചില വസ്നുകളുണ്ട് താ കൊണ്ട് തുടങ്ങുന്നത്. തഫഅല, തഫാഅല, തഫഅലല. അതിൻ്റെയൊക്കെ നിയമം കോമൺ ആണ്. മസ്ദറുഹു ബി ദമ്മി റാബിഇഹി, നാലാമത്തെ അക്ഷരത്തിന് ദമ്മ് മാത്രം കൊടുത്താൽ മതി. തഫഅലൻ്റെ ഉദാഹരണം തഅല്ലമ. അപ്പോൾ ഏതിനാണ് ദമ്മ് കൊടുക്കേണ്ടത്? നാലാമത്തെ അക്ഷരം ഏതാ? ലാം. 2 ലാമുണ്ടല്ലോ, ഒന്ന് സുക്കൂനുള്ളതും ഒന്ന് ഫത്ഹുള്ളതും. അപ്പോൾ തഅല്ലമൻ്റെ ആ രണ്ടാമത്തെ ലാം അഥവാ ഫത്ഹുള്ള ലാമിൻ്റെ ഫത്ഹ് ദമ്മാക്കി കൊടുക്കുക. തഅല്ലുമൻ, തഅല്ലമ തഅല്ലുമൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസ്ദറിൻ്റെ നിയമങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയം നോക്കാം. ഇന്ന് നമുക്ക് അൽ അഹ്കാമുൽ മുഷ്തറക്കയാണ് പറയാനുള്ളത്. ഇസ്മിനും ഫെയിലിനും ഒക്കെ ബാധകമായിട്ടുള്ള നിയമങ്ങൾ. അതിലൊന്നാമത്തെ നിയമം നിങ്ങൾ ഈ മത്തിനിൽ നോക്കണ്ട, ഞാനതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പ്രയാസമുള്ളത് ആദ്യം പറഞ്ഞിട്ട്, അഥവാ സമയം തികഞ്ഞിട്ടില്ലെങ്കിൽ ലാസ്റ്റത്തെ നിങ്ങൾക്ക് വായിച്ചു വെക്കാൻ പറ്റുന്ന ആയിരിക്കും. അപ്പോൾ ഉള്ളതിൽ പ്രയാസമുള്ളത് ആദ്യം പറയാം. അൽ ഇബ്ദാൽ. ഒന്നാമത്തത് ഇബ്ദാൽ. എന്താണ് ഇബ്ദാൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ തുടക്കം മുതൽ പറയാറുണ്ട് ചില അക്ഷരങ്ങളൊക്കെ മാറുന്നതിനെക്കുറിച്ച്, അല്ലേ? ഒരക്ഷരം മാറിയിട്ട് മറ്റൊരക്ഷരം വരിക, അതാണ് ഇബ്ദാൽ എന്ന് പറയുന്നത്. അതിൻ്റെ താരീഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇബ്ദാലിൻ്റെ താരീഫ്? ജഅലു മുത്ലഖി ഹർഫിൻ ഫി മക്കാനി ഹർഫിൻ ആഖർ. ഒരു ഹർഫിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ഹർഫ് ഉപയോഗിക്കാം.
ഈ താരീഫ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരവും അതിൽ എന്തായിരിക്കും ലക്ഷ്യം ഉണ്ടായിരിക്കും, വെറുതെ പറയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മുത്തലഖു ഹർഫ് എന്ന് പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഹർഫ്. അത് പറയാൻ കാരണം എല്ലാത്തിൻ്റെ അക്ഷരങ്ങൾ മാറുന്നതിന്, എല്ലാത്തിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ, ഈ 3 അക്ഷരങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ ഇഅ്ലാൽ എന്നാണ് പറയാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുത്തലഖ് ഹർഫ് എന്ന് പറഞ്ഞത്. എന്നാൽ എല്ലാ ഹർഫുകളിലും സംഭവിക്കുന്ന മാറ്റങ്ങളെ ഇബ്ദാൽ എന്ന് പറയും. എല്ലാത്തിൻ്റെ അക്ഷരങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് ഇഅ്ലാൽ എന്ന് പറയും. അതുകൊണ്ടാണ് മുത്തലഖ് ഹർഫ് എന്ന്. ഫീ മക്കാനി ഹർഫിൻ ആഖർ, മറ്റൊരു ഹർഫിൻ്റെ സ്ഥാനത്ത്. അത് പറയാൻ കാരണം എന്താ? ഹർഫിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പോൾ ഉദാഹരണത്തിന് മക്കാൻ എന്ന് ഒഴിവാക്കിയിട്ട് ജഅലു മുത്തലഖി ഹർഫിൻ ബദ്ലം മിൻ ഹർഫിൻ ആഖർ, മറ്റ് ഹർഫിന് പകരം എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അതിൻ്റെ സ്ഥാനത്ത് എന്ന് പറയാൻ കാരണം എന്താ? കാരണം ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യും, ഇനി നമ്മൾ പഠിക്കുന്നു ഇൻഷാ അല്ലാഹ്, ഒരക്ഷരം പോയിട്ട് വേറെ അക്ഷരം വരും, പക്ഷേ അതിൻ്റെ സ്ഥാനത്തായിരിക്കില്ല വരിക. ഉദാഹരണത്തിന് ഇഖാമത്തു എന്നുള്ള വാക്ക്, അതിൻ്റെ അവസാനത്തെ താ ഒരു അലിഫ് പോയിട്ടാണ് ആ താ വരുന്നത്. അലിഫ് ഇഖാമത്തിൻ്റെ ഹംസ, ഖാഫ്, അലിഫ്, പിന്നെ ഒരു അലിഫുണ്ട്, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മീമ്, അതിൽ 2 അലിഫ് അടുത്ത് വന്നപ്പോൾ അതിൽ രണ്ടാമത്തെ അലിഫ് നമ്മൾ കളയും. എന്നിട്ട് ആ അലിഫ് കളഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവസാനം ഒരു താ കൊണ്ടുവരുന്നത്. പക്ഷേ പോയ അലിഫിൻ്റെ സ്ഥലത്തല്ല താ വന്നിട്ടുള്ളത്. ആ മാറ്റം നമ്മൾ ഇൻഷാ അല്ലാഹ് എഴുതി കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇവദ് എന്ന് പറയും, ഒന്ന് പോയതിന് ഒരു പകരം നൽകുന്നു, പക്ഷേ അതിൻ്റെ സ്ഥാനത്തല്ല കൊടുക്കുന്നത്. അത് ഒഴിവാക്കാനാണ്. അപ്പോൾ ഈ താരിഫിൽ ഓരോ വാക്കും ഉദ്ദേശപൂർവ്വം പറയുന്നതാണ്. ഇനി എന്താണ് ഇഅ്ലാലും ഇബ്ദാലും തമ്മിലുള്ള വ്യത്യാസം? ഇബ്ദാൽ എന്ന് പറയുന്നത് വലുതാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് ഇഅ്ലാൽ എന്ന് പറയുന്നത്. സർഫിൽ ഏതൊരു അക്ഷരത്തിനും പകരം വേറെ അക്ഷരം കൊടുക്കുന്നതിന് ഇബ്ദാൽ എന്ന് പറയും, അല്ലേ? ഇബ്ദാൽ എന്ന് പറഞ്ഞാൽ മാറ്റുക. ആ മാറ്റൽ എല്ലാത്തിൻ്റെ അക്ഷരങ്ങൾ തമ്മിലാകുമ്പോൾ അതിന് ഇഅ്ലാൽ എന്ന് പറയും. അപ്പോൾ എല്ലാ ഇഅ്ലാലും ഇബ്ദാലാണ്, പക്ഷെ എല്ലാ ഇബ്ദാലും ഇഅ്ലാലല്ല. ഉദാഹരണത്തിന് കാല എന്നുള്ള വാക്ക്, കാലൻ്റെ അസ്ൽ എന്തായിരുന്നു? കവലയായിരുന്നു. അപ്പോൾ കവല കാലിയായി മാറിയത് ഇബ്ദാലാണ്, ഇഅ്ലാലുമാണ്. കാരണം എന്താ? വാവ് ഹർഫുൽ ഇല്ലത്താണ്, അത് അലിഫായി മാറി. അപ്പോൾ ഒരു ഹർഫുൽ ഇല്ലത്ത് വേറെ ഹർഫുൽ ഇല്ലത്തായി മാറിയതാണ്, അപ്പോൾ അത് ഇഅ്ലാലുമാണ്. പക്ഷേ ഇസ്തബറ എന്നുള്ള വാക്ക്, അതിൻ്റെ അസ്ൽ എന്തായിരുന്നു? ഇസ്തബറ എന്നായിരുന്നു. ഇഫ്താൽ വസ്നാണ്, സൊബർ എന്നുള്ള സൊബറിൻ്റെ ഇഫ്താൽ വസ്നാണ് ഇസ്തബറ. ശരി, ആ ത ആയി മാറിയതാണ്. അത് ഇതിൽ ഇബ്ദാലാണോ ഇഅ്ലാലാണോ? ഇബ്ദാലാണ്, ഇഅ്ലാലല്ല. അപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനാവും, ഈ ഇബ്ദാൽ ഇഅ്ലാൽ രണ്ടിൻ്റെ താരിഫ് നോക്കുമ്പോൾ ഒരേപോലെ തോന്നും. അപ്പോൾ ഒരേ സംഗതിയാണ്, പക്ഷേ അത് എല്ലാത്തിൻ്റെ അക്ഷരങ്ങളിലാണ് നടക്കുന്നതെങ്കിൽ അതിന് ഇഅ്ലാൽ എന്ന് പറയും. ഇനി അൽ ഇബ്ദാലു അലൽ ഖിയാസ് ഫി വസ്നി ഇഫ്തഅല. ഇബ്ദാൽ 2 തരത്തിലുണ്ട്. ഒന്ന് ഖിയാസി ആയിട്ട്, അതായത് നമുക്കതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പ്രൊസീജിയറിലൂടെ തെളിയിക്കാൻ പറ്റും, അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും. അതാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഒരു കായിക പിന്തുടർന്ന് നമുക്ക് ആ മാറ്റം നമുക്കതിനെ തീരുമാനിക്കാൻ പറ്റും, യുക്തിപൂർവമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതി. അത്തരത്തിലുള്ള ഇബ്ദാലുൻ അലൽ ഖിയാസ് എന്ന് പറയും. പിന്നെ സമാഇ ആയിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ഖിയാസി ആയിട്ടുള്ള ഇബ്ദാൽ മൊത്തം നടക്കുന്നത് ഒരൊറ്റ വസ്നിലാണ്, ഇഫ്താല വസ്നിലാണ്. അത് 3 തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഇദാ കാന അൽ ഫാഉ വാവൻ, നമുക്ക് എഴുതി നോക്കാം. ഫാ ഉൽ കലിമ, ഇഫ്താലൻ്റെ ഫാ വാവാണെങ്കിൽ, ഇഫ്തഅല വസ്നിൽ മാത്രമാണ് ഇബ്ദാലുൻ ഖിയാസി നടക്കുക. അതിൽ ഒന്നാമത്തെ ഇനം ഫാ ഉൽ കലിമ വാവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഫാ താ ആയി മാറും. ഉദാഹരണത്തിന് വക്കല എന്നുള്ള ഫെയിൽ, അതിൽ ഫാവുൽ കലിമ എന്താണ്? വാവല്ലേ. അതിൻ്റെ ഇഫ്താൽ വാസ് എന്തായിരിക്കും? ഇഫ്തക്കല അല്ലേ? ഇഫ്താൽ വാസ് ഇങ്ങനല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വാവ് താ ആയി മാറും. അപ്പോൾ ഇത്തക്കല, 2 താവുന്നില്ലേ? ഇത്തക്കല. അപ്പോൾ ഈ ഇഫ്താലൻ്റെ ഫാ ഉൽ കലിമ വാവാണെങ്കിൽ അതെന്താവും? ആ വാവ് താ ആയി മാറും. വാവുൽ കലിമ താ ആണെങ്കിൽ അത് താ ആയി മാറും. ഉദാഹരണം വേറെ, വഅദ ഇത്തഅദ, വഅദ ഇത്തഅദ.
ഇഫ്താല വസ്നിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഓരോ വസ്നിൻ്റെ അർത്ഥങ്ങൾ. അതിൽ ഒരർത്ഥം എന്തായിരുന്നു? ഇഫ്താലിൻ്റെ മുത്വാവഅത്ത്, ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ റിയാക്ഷൻ ഇങ്ങോട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതായിരുന്നു ഒരർത്ഥം. ആ അർത്ഥമാണ് ഇത്തഅള എന്ന് പറയുന്ന ഫേലിലുള്ളത്. വഅള എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശിച്ചു. വഅള എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു. അപ്പോൾ ഇഫ്താല വസ്ന എന്താണ്? അതിൻ്റെ യു തഅള. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ നിയമപ്രകാരം ആ വാവ് ത ആയി മാറും. അപ്പോൾ ഇത്തഅള എന്നായി മാറി. അപ്പോൾ എന്താ ഇത്തഅളൻ്റെ അർത്ഥം? ഉപദേശം ഉൾക്കൊണ്ടു. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഇത്തഅള എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ സർഫിൻ്റെ നിയമം ഇല്ലായിരുന്നെങ്കിൽ അത് പഠിച്ച് ഓർത്തു വെക്കൽ പ്രയാസമായിരുന്നു. വഅള എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു, ഇത്തഅള എന്ന് പറഞ്ഞാൽ ഉപദേശം സ്വീകരിച്ചു എന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചു വെക്കണം. നമുക്കിപ്പോൾ ഈ ഇഫ്താലിൻ്റെ അർത്ഥം മുതാവാത്താണ്, വഅളൻ്റെ മുതാവാത്താണ് ഇത്തഅള. അത് അതിൻ്റെ വാവുൽ കലിമ അല്ല ഫാവുൽ കലിമ വാവായതുകൊണ്ട് ഇത്തഅള ആയതാണ്. ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് ഈ അർത്ഥം വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. വഅളൻ്റെ അർത്ഥം മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഇതൊരു ഹദീസല്ല, ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ട്, അസ്സഈദു മനിത്തഅള ബിഗൈരിഹി. ഭാഗ്യവാൻ ആരാണ്? മനിത്തഅള ബിഗൈരിഹി, മറ്റുള്ളവനെ കണ്ടിട്ട് ഉപദേശം സ്വീകരിക്കുന്നത്. മറ്റൊരാൾക്കൊരു അപകടം ഉണ്ടായി, ദീനിൻ്റെ കാര്യത്തിലായാലും ദുനിയാവിൻ്റെ കാര്യത്തിലായാലും ഒരാളൊരു അബദ്ധം ചെയ്തിട്ട് അവന് അപകടം വന്നു, അത് കണ്ട് ഉപദേശം ഉൾക്കൊണ്ടവനാണ് ഭാഗ്യവാൻ. അത് മറ്റുള്ളവർക്ക് നമ്മളെ കണ്ട് പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്, നമുക്ക് അപകടം വരാൻ കാത്തു നിൽക്കരുത് എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേത് ഫാ ഉൽ കലിമ സ്വാദ് ദ്വാദ് ത്വാ ള ഹുറൂഫുൽ ഇത്ബാഖ് എന്ന് പറയുന്ന തജ്വീദിൽ ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരമാണ് ഫാ ഉൽ കലിമ എങ്കിൽ എന്ത് സംഭവിക്കും? മാറുന്നത് ഫാ ഉൽ കലിമയല്ല, അതിലെ താ ഉണ്ടല്ലോ, ഇഫ്താലയിലെ താ, ആ താ ത്വാ ആയി മാറും. അതായത് ഇഫ്താലയിലെ ഈ ഫാ സ്വാദോ ളാദോ ത്വാഓ ളാഓ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ താ മാറിയിട്ട് ത്വാ ആയി മാറും. ഉദാഹരണത്തിന് സ്വാദ് വരുന്നൊരു ഉദാഹരണം സ്വബറ. സ്വബറ എന്നുള്ളത് നമ്മൾ ഈ വസ്നിൽ എഴുതിയാൽ എന്തായിരിക്കും? യുസ് ത അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? സ്വബറിൻ്റെ ഇഫ്താല വസ്നി ഇതല്ലേ? അപ്പോൾ എന്തായി? ഇഫ്താല വസ്നിലെ ഫാ എന്താണ്? സ്വാദ്. അത് ഈ 4 പെട്ടതല്ലേ ഈ സ്വാദ്? അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ പറഞ്ഞാൽ ഈ താ ത്വാ ആയി മാറും. അപ്പോൾ ഈ താ ത്വാ ആയാലെന്താവും? യുസ് ത്വബറ. ശരിയല്ലേ? ഇഫ്താലിൻ്റെ ഒരർത്ഥം നമ്മൾ പറഞ്ഞിരുന്നത് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി, കുറച്ച് പ്രയാസപ്പെട്ടിട്ട്. അപ്പോൾ സ്വബറിനേക്കാളും കുറച്ചുകൂടിയും കഷ്ടപ്പെട്ട് ക്ഷമിച്ച് നിൽക്കുന്നതിനാണ് ഇസ്തബറ എന്ന് പറയാം, കൂടുതൽ ക്ഷമിക്കുക എന്നുള്ളത്. അപ്പോൾ ഇസ്തബറ എന്നുള്ളത് ഇസ്തബറ പറയാനും സൗകര്യമല്ലേ ഇത്? ആ സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മാറ്റുന്നത്. ഇസ്തബറ എന്ന് പറയാൻ കാരണം സ്വാദിൻ്റെ മഖ്റജ് വേറെ സ്ഥലത്തും താൻ്റെ വേറെ സ്ഥലത്തുമാണ്, പക്ഷേ സ്വാദിൻ്റെയും ത്വാൻ്റെ അടുത്തടുത്താണ്. അപ്പോൾ ഇസ്തബറ ഒറ്റ അടിക്ക് പറഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ ലക്ഷ്യം, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വേറെ ഉദാഹരണം. അത് തജ്വീദിലൊരു പ്രശ്നമാവലുണ്ട്. പിന്നെ വേറൊരു ഉദാഹരണം ഇതിൻ്റെ സ്വബറ പോലെ വേറെ ഉദാഹരണം ളൊലമൻ്റെ ഇഫ്താല വസ്ന എന്തായിരിക്കും? അല്ല, ഇഫ്താല വസ്ന് അസ്ല് ഇൽതലമല്ലേ? ഇൽതലമ. അപ്പോൾ എന്താണ് അവസ്ഥ? ഈ ഫാവുൽ കലിമ ള ആയി അല്ലേ? ഈ 4 പെട്ടതല്ലേ? അപ്പോൾ താ മാറിയിട്ട് എന്താവണം? ത്വാ ആവണ്ടേ? അപ്പോൾ എന്തായിരിക്കും? ഇൽതലമ. ശരിയല്ലേ? ഇൽതലമ. ഇതാണ് നിയമം. പിന്നെ ഇതിൽ വേറൊരു കൗലുണ്ട്, കൗലല്ല, എന്താ പറയുക, വജ്ഹ് എന്ന് പറയാം. വേറെയും ശരിയായൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണ്? വേണമെങ്കിൽ ഇദ്വലമ എന്ന് പറയാം, കാരണം ഇത് രണ്ടും ഒരുപോലെയല്ലേ. അപ്പോൾ ഇദ്വലമ എന്നും പറയാം, ഇത്വലമ എന്നും പറയാം. 3 വജ്ഹ് ഉണ്ട്. ഒന്നുകിൽ രണ്ടും വേറെ വേറെ ഇത്വലമ എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടും അടുത്തടുത്തല്ലേ. അപ്പോൾ രണ്ടിനെയും വേണമെങ്കിൽ ത്വാ ആയിട്ടും പറയാം, ള ആയിട്ടും പറയാം. ഇത്വലമ എന്നും പറയാം, ഇദ്വലമ എന്നും പറയാം, ഇത്വലമ എന്നും പറയാം. 3 ശരിയാണ്. ഇനി അടുത്തത്, ഇപ്പോൾ ഒന്നാമത്തെ മാറ്റം എന്താ പറയുന്നത്? ഫാ ഉൽ കലിമ വാവാണെങ്കിൽ ആ ഫാ ഉൽ കലിമ താ ആയി മാറും, ഇത്തക്കല. രണ്ടാമത്തത് ഫാ ഉൽ കലിമ ഈ 4 അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ താ ആണ് മാറുക, താ ഉൽ കലിമ എന്താവും? ത്വാ ആയി മാറും. ഇനി മൂന്നാമത്തത് ഫാ ഉൽ കലിമ ഇഫ്തഅലയിലെ ഫാ ഉൽ കലിമ ദാലോ ദാലോ സായോ ആണെങ്കിൽ, ഈ 3 ഏതെങ്കിലും ഒരു അക്ഷരമാണെങ്കിൽ എന്ത് സംഭവിക്കും?
ഈ താ ആണ് മാറുന്നത്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ താ മാറിയിട്ട് എന്താവും, ദാലായി മാറും. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയും. ഇതിൽ മൂന്നക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നുള്ള ദക്കറ അല്ലേ? ദക്കറിൻ്റെ ഇഫ്താല വചനം എന്തായിരിക്കും? ഇദ് തക്കറ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ അക്ഷരം ഫാവുൽ കലിമ എന്താണ്? ഇതിൽപ്പെട്ടതല്ലേ? അപ്പോൾ താ മാറിയിട്ട് എന്താവണം? ദാലായി മാറണം. അപ്പോൾ എന്താവും? നിങ്ങൾ പറയും. ഇത് ദക്കറ. ഇദ്ദക്കറ. ഇതും നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോലെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇദ്ദക്കറ എന്ന് പറയാം, അല്ലെങ്കിൽ ഇദ്ദക്കറ എന്ന് പറയാം, അല്ലെങ്കിൽ ഇദ്ദക്കറ എന്ന് പറയാം. ഇതൊക്കെ ഖുർആനിലുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഇബ്ദാലിൻ്റെ ഒന്നാമത്തെ, അല്ലെങ്കിൽ ഇബ്ദാലുൽ ഖിയാസി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഖിയാസിലൂടെ നമ്മളെ ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇബ്ദാൽ ഇഫ്താല വസനിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അതൊന്ന് ഫാ ഉൽ കലിമ വാവാവണം, അല്ലെങ്കിൽ ഫാ ഉൽ കലിമ സ്വാദ് വാദ് താ വ ഈ 4 അക്ഷരത്തിൽ ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ഫാ ഉൽ കലിമ ദാല് ദാല് സായ് ഇതിലൊരക്ഷരമായിരിക്കണം. ഇതിൽ വാവ് ഫാ ഉൽ കലിമ വാവാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഫാഇനെയാണ് താ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഉത്തക്കല എന്നുള്ളത് ഇത്തക്കലയായി. പിന്നെ ഫാ ഉൽ കലിമ സ്വാദോ വാദോ ത്വാ വ ആണെങ്കിൽ അതിൻ്റെ അടുത്ത താ ആണ് ത്വ ആയി മാറുന്നത്. ഉദാഹരണം സ്വബറ യുസ്തബറ, അത് പിന്നീട് ഇസ്തൊബറ ആയി മാറുന്നു. അതുപോലെ തൊലമ ഇൽ തലമ, അത് ഇത്തൊലമയായി മാറുന്നു. പിന്നെ മൂന്നാമത്തെ കേസ് ഇഫ്താലയിലെ ഫാ ഉൽ കലിമ ദാല് ദാല് സ ഈ 3-ൽ ഏതെങ്കിലും ഒരു അക്ഷരമാണെങ്കിൽ താ ഉൽ കലിമ ദാലായി മാറും. ഉദാഹരണം ദക്കറയിൽ അതിൻ്റെ ഇഫ്താല വസ്ന് ഇദ് ദക്കറയാണ്, അതിലെ ഫാ ഉൽ കലിമ ദാലാണ്, ഈ 3-ൽ ഒരു അക്ഷരമാണ്. അപ്പോൾ താ മാറിയിട്ട് ദാലായി മാറും ഇദ് ദക്കറ. അതിനെ ഇദ്ദക്കറ എന്നും പറയാം, ഇദ്ദക്കറ എന്നും പറയാം. കാരണം ഇത് രണ്ടും അടുത്തടുത്ത മഖ്റജായിട്ടുള്ള ഒരേ മഖ്റജായിട്ടുള്ള അക്ഷരങ്ങളാണ്, ദാലും ദാലും. ഇനി ഇഅ്ലാലിനെ കുറിച്ച് പറയാം. നമ്മൾ പറഞ്ഞു ഇബ്ദാൽ എന്നുള്ളതാണ് ബ്രോഡായിട്ടുള്ള ടോപ്പിക്ക്, അതായത് അക്ഷരങ്ങൾ മാറുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾക്കാണ് ഇഅ്ലാൽ എന്ന് പറയാം. അത് കുറച്ച് അധികം ഉണ്ടാവും. കാരണം ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളുടെ പ്രത്യേകതയാണ് അത് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നോക്കാം. ഇഫ്താല വസ്ന് മാത്രമേ ഉള്ളൂ ഖിയാസി ആയിട്ട് വരിക. പിന്നെ സമായി ആയിട്ടുള്ള വാക്കുകളുണ്ട്. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു 3 അക്ഷരങ്ങളാണ്, അരിഫ് വാവ് യാ. ഈ 3 അക്ഷരങ്ങൾ വരുന്ന ഫെയിലുകൾ ഇസ്മുകൾ ഏത് കലിമത്താണെങ്കിലും ഇസ്മായിലും ഫെയിലാണെങ്കിലും ഇല്ലത്തിൻ്റെ അക്ഷരം വരുമ്പോൾ 3 തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും മൊത്തത്തിൽ. ഒന്ന് ഖൽബ് നടക്കും. എന്താണ് ഖൽബ് എന്ന് പറഞ്ഞാൽ? ഒരക്ഷരം മാറി മറ്റൊരക്ഷരം വരിക, ഇബ്ദാലിനെ പോലെ. രണ്ടാമത്തേത് ഹദ്ഫ്, ആ അക്ഷരത്തെ ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്യുക. മൂന്നാമത്തേത് നഖൽ. നഖൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹർക്കത്ത് മറ്റൊരു ഹർക്കത്തിലേക്ക് മാറ്റുക. ഈ 3 കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഒരു നിലക്ക് നോക്കിയാൽ ഇഅ്ലാലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇബ്ദാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്ദാലിൻ്റെ ഉള്ളിലെ ഒരു സെക്ഷനാണ് ഇഅ്ലാൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് പൂർണ്ണ ഒരു സൂക്ഷ്മമല്ല. ഇഅ്ലാലിൻ്റെ ഈ ഒന്നാമത്തെ ടൈപ്പ്, അതായത് ഒരു അക്ഷരം മാറ്റി മറ്റൊരക്ഷരം വരൽ, അത് മാത്രമാണ് ഇബ്ദാൽ എന്ന് പറയുന്നത്. അതായത് ഇത് മൊത്തം ഇബ്ദാലാണെങ്കിൽ അതിൽ അൽ ഖൽബു, ഖൽബുണ്ട്, അൽ ഹദ്ഫുണ്ട്, അതുപോലെ അൻ നഖലുണ്ട്. ഈ സർക്കിളാണെന്ത്? ഇഅ്ലാൽ. ഈ സർക്കിള് ഇഅ്ലാലിൻ്റെ സർക്കിൾ. ഇതാണ് ഇബ്ദാൽ. ഇത് രണ്ടും ഇബ്ദാലല്ല. ഇത്രയും സംഭവങ്ങൾ ഇബ്ദാലാണ്. അപ്പോൾ ഈ ഇഅ്ലാലിൻ്റെ ഒരു ഭാഗം ഇതിലുണ്ട്. നമ്മൾ പറഞ്ഞ കാല ഉണ്ടല്ലോ, കാല എവിടെയാണുള്ളത്? ഖൽബിൽപ്പെട്ടതാണ്. അപ്പോൾ അത് ഇഅ്ലാലുമാണ് ഇബ്ദാലുമാണ്. ഇസ്തബർ എവിടെയാണുള്ളത്? അത് ഇബ്ദാൽ മാത്രമാണ്. എന്നാൽ ഇപ്പുറത്ത് ഹദ്ഫ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യദുൻ എന്നുള്ള വാക്ക്, അത് ശരിക്കും യദിയുൻ എന്നായിരുന്നു. അതിൻ്റെ യാ ഹദ്ഫ് ചെയ്തതാണ്. ഐദി എന്ന് മനസ്സിലാവും. അത് ഖൽബല്ല, അത് എന്ത് മാത്രമാണ്? ഇഅ്ലാൽ മാത്രമാണ്. അതുപോലെ നഖൽ,
ഉദാഹരണത്തിന് യക്കൂലു നമ്മൾ പഠിക്കും. യക്കൂലു എന്നുള്ള വാക്ക് യക്കൂലു എന്നായിരുന്നു. എൻ്റെ വാവിൻ്റെ ലമ്മെടുത്തിട്ട് ബാക്കിലെ കാഫിന് കൊടുത്താണ്. അപ്പോൾ അതെന്തല്ല, കൽബല്ല. ഇത് മനസ്സിലായി സംഗതി? ജസ്റ്റ് പറഞ്ഞു മാത്രം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില കിതാബ് വായിക്കുമ്പോൾ ഇലാൽ കൂടുതൽ വലുതാണെന്ന് പറയും, ചില സ്ഥലത്ത് ഇബ്ദാലാണ് വലുത്, ഇലാൽ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയും. ഇലാൽ ഇബ്ദാലിൻ്റെ ഒരു ഭാഗമാണ്, ഈ കൽബ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ. കാരണം കൂടുതലും കൽബാണ് പഠിക്കാനുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ജസ്റ്റ് പറഞ്ഞു മാത്രം, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മറന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. നക്കല് ഒരു നിലക്ക് പറയാം, പക്ഷെ പ്രത്യേകം പറയാം അല്ലേ, ഇലാലു ബിൽ കൽബ് എന്ന് പറയും. ഇബ്ദാലിൻ്റെ താരിഫ് നമ്മൾ പറഞ്ഞല്ലോ, മുത്ലഖു ജാലു ഹർഫിൻ ഫി മക്കാനി ഹർഫിൻ ആഖർ. ഇനി നമുക്ക് കൽബ് നോക്കാം ആദ്യം. കൽബുൽ വാവി അവിൽ യാ ഇ അലിഫൻ. ഒന്നാമത്തേത് വാവിനെയും യാഇനെയും അലിഫാക്കി മാറ്റാം. എപ്പോഴാണ് അത് മാറ്റുക? ഇദാ തഹറക്കത്ത് വൻഫതഹ മാ ഖബ്ലഹ. വാവും യാവും അതിന് ഹർക്കത്ത് വരുന്നു, ഏതെങ്കിലും ഹർക്കത്ത്, ഫതഹോ കസ്റോ ലമ്മ വരുന്നു വാവിനും യാഇനും. അതിൻ്റെ മുമ്പ് ഫതഹാണ്, മുമ്പത്തെ അക്ഷരത്തിന് ഫതഹാണ്. ഇങ്ങനെ സംഭവിച്ചാൽ എന്താവും? ഈ വാവും യാവും മാറിയിട്ട് അലിഫായി മാറും. ഉദാഹരണത്തിന് കാല, കാലയിൽ എന്താ സംഭവിച്ചത്? കവല എന്നായിരുന്നു, കവല എന്നായിരുന്നു. ഇതിൽ നിങ്ങൾ നോക്കി, വാവ് ഉണ്ട് ഇവിടെ, അതുപോലെ ഒരക്ഷരം കൂടി, ഒരു ഉദാഹരണം കൂടി എഴുതാം. ബയ, കവല ബയ, ഇങ്ങനെയായിരുന്നു ശരിക്ക്. ഈ കവലയിൽ വാവുണ്ട്, ബയയിൽ യാ ഉണ്ട്. അത് തഹറക്കത്ത്, ഹർക്കത്ത് ഉണ്ടല്ലോ, സുക്കൂനല്ലല്ലോ വാവിനും യാവിനും, അപ്പോൾ തഹറക്കത്ത്. വൻ ഫതഹ മാ ഖബ്ലഹ, അതിൻ്റെ മുമ്പത്തേന് ഫതഹല്ലേ, മുമ്പത്തെ അക്ഷരത്തിന് ക ബ. അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? തഹവ്വലത അലിഫൻ, ഇത് രണ്ടും അലിഫായി മാറും. അപ്പോൾ ഇത് കാല എന്നായി അലിഫായി, ഇത് ബാ അവിടെയും അലിഫായി, ഈ യാ അലിഫായി, ഇവിടെ വാവ് അലിഫായി. അതാണ് വാവും യാവും അലിഫാവാനുള്ള നിയമം. എന്താണ്? ഇദാ തഹറക്കത വകാന ഖബ്ലഹ വൻഫതഹ മാ ഖബ്ലഹ, വൻഫതഹ മാ ഖബ്ലഹ, അതിൻ്റെ മുമ്പത്തെ അക്ഷരം ഫതഹാവുകയും ചെയ്തു. അപ്പോൾ ഇത് വാവും യാവും അലിഫായി മാറും. ജയ ജ ആയതുപോലെ. രണ്ടാമത്തത് ഖൽബുൽ അലിഫി വൽ വാവി, അഫ്വൻ ഖൽബുൽ അലിഫി വാവൻ, അലിഫ് വാവായി മാറും. എപ്പോഴാണ്? ഇദാ വഖഅത് ബഅദ ദമ്മ, ലമ്മിന് ശേഷം വരുമ്പോൾ. ഉദാഹരണത്തിന് വാരിബുൻ എന്നുള്ള വാക്ക്, ഈ അലിഫ് എന്താവണം? വാവായി മാറണം. അപ്പോൾ ഇത് വാവും യാവും അലിഫായി മാറുന്ന കൽബാണിത്. രണ്ടാമത്തേത് അലിഫ് വാവായി മാറുന്നത്, അതെപ്പോഴാണ്? ഇതാ അലിഫ് വാവാവുന്നത് ഇതാ വഖഅത് ബഅദ ദമ്മ. ഇത് എപ്പോഴാണ് ദമ്മ വരിക? ഈ ലാദിന് തസ്ഗീറിൻ്റെ സമയത്ത്. ലാരിബ് എന്ന് പറഞ്ഞാൽ അടിക്ക്, ലാരിബുൻ, ലാരിബുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അടിക്കുന്നവൻ, ലറബൻ്റെ ഇസ്മുൽ ഫാഇൽ. അതിൻ്റെ തസ്ഗീർ എന്താണ്? ചെറുതാക്കിയാൽ എന്താണ്? ലുവൈരിബ്. അപ്പോൾ ലു എന്ന് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും കൂടെ അലിഫുള്ളത് അല്ലേ? ഇപ്പം റജുലു എന്നുള്ളതിൻ്റെ തസ്ഗീർ എന്താ? റജുലിൻ്റെ തസ്ഗീർ എന്താ? റു ജ എന്നല്ലേ? അങ്ങനെയല്ലേ പോകുന്നത്? ആദ്യത്തെ അക്ഷരം ലമ്മ കൊടുക്കും, ബാക്കിയുള്ള അക്ഷരമൊക്കെ ഈ വസനനുസരിച്ച്. അപ്പോൾ ഇവിടെ ദു എന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ള അക്ഷരം അലിഫാണ് ശരിക്ക്. അപ്പോൾ അലിഫിനാണ് ശരിക്കും എന്ത് കൊടുക്കേണ്ടത്? ലമ്മല്ല, വസന എന്താണ്? തസ്ഗീറിൻ്റെ വസന ഫുഐലുൻ ഫുഐലുൻ ഫുഐലുൻ. രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹാണ്. പക്ഷേ ലമ്മക്ക് ശേഷം അലിഫ് വന്നതുകൊണ്ട് എന്തായി? ലുവൈരിബുൻ. ഇവിടെ അലിഫ് എന്തായി? വാവായി മാറി. അപ്പോൾ ഒരു ലമ്മക്ക് ശേഷം അലിഫ് വന്നാൽ അത് വാവാക്കും. ചുരുക്കി പറഞ്ഞാൽ ലമ്മക്ക് ശേഷം അലിഫ് വന്നാൽ അതിനെ വാവാക്കും. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചെറിയൊരു ഓർത്തു വെക്കാൻ പ്രയാസമൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് ഓർത്തു വെക്കാൻ ആവശ്യമില്ല, ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെവിടെയെങ്കിലും കവല എന്ന് പറയുമോ? കാല എന്ന് പറയുന്നതിന് പകരം കവല എന്ന് ഉപയോഗിക്കുമോ? അല്ലെങ്കിൽ കാലക്ക് പകരം ഈ വാവിനെ മാറ്റാതെ കവല എന്നാരും ഉപയോഗിക്കുമല്ലോ എന്തായാലും. അങ്ങനെ കവല ഉണ്ടായെന്ന് വരുന്നതിന് ആർക്കും അറിയില്ല. ഇനി മാറിയിട്ട് വാവിനെ അലിഫാക്കാതെ യാ ആക്കിയിട്ട് കീല എന്ന് പറയുമോ? കാല എന്ന് പറയേണ്ടടുത്ത് അതും പറയില്ല. അപ്പം ഇതിൽ തെറ്റുപറ്റാൻ സാധ്യതയില്ല. പക്ഷെ ചില കാര്യങ്ങൾ
ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ചില സ്ഥലത്തൊക്കെ തെറ്റാൻ സാധ്യതകളുണ്ട്. അതിനുവേണ്ടി മാത്രം ലാരിബ് എന്നുള്ളത് ലുവൈരിബുൻ എന്നല്ലാതെ ആരെങ്കിലും ലു കഴിഞ്ഞിട്ടൊരു അലിഫ് വെച്ചിട്ട് ലു ഈ റിബുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പറയാൻ സാധിക്കുന്നല്ല. പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുന്നു. അതുപോലെ ചില സ്ഥലങ്ങളിൽ സാധാരണ ആളുകൾക്ക് തെറ്റാറുള്ളതും ഉണ്ട്, അത് വരും. ശരി, ഇനി മൂന്നാമത്തത് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത് വാവും യാവും അലിഫാക്കുന്നത്, അലിഫ് വാവാക്കുന്നത്. മൂന്നാമത്തത് മറ്റൊന്നുകൂടി പറയാനുള്ളത് അലിഫ് വാവാകുന്ന മറ്റൊരു സന്ദർഭം ഖബ്ല യാ ഇൻ നസബ്. ഖബ്ല യാ ഇൻ നസബ്. എന്താ യാ ഇൻ നസബ് പറഞ്ഞാൽ? യാ ഉൻ നസബ് എന്ന് പറഞ്ഞാൽ നസബിന് വേണ്ടി ഉപയോഗിക്കുന്ന യാ ഹിന്ദിയുൻ അല്ലേ, അതിൻ്റെ മുമ്പ് വാവ് വന്നാൽ അത് അലിഫാവും. കൽബു അൽ അലിഫി അഫ്വാൻ അലിഫ് വന്നാൽ, യാ ഉൻ നസബിന് മുമ്പ് അലിഫ് വന്നാൽ അതെന്താവും? വാവാവും. ഉദാഹരണത്തിന് ഫത എന്നുള്ള വാക്ക്, ഫത എന്ന് പറയുന്നത് യുവാവ്. അപ്പം അതിലേക്ക് ചേർത്തി പറയണം, അത് യുവത്വത്തിൻ്റേതായ ഒരു പ്രവൃത്തിയാണ് എന്നൊക്കെ പറയണമെങ്കിൽ, ഒരു യങ്ലി എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? ഫതവിയുൻ എന്നാ പറയാം. കാരണം എന്താ, വേറെ മാർഗ്ഗമില്ല. ആ അലിഫ് പിന്നെ അലിഫിന് കസർ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഫതവിയുൻ. ഒന്നാമത്തെ സന്ദർഭം ലൊമ്മിന് മുമ്പ് അലിഫ് വരിക, രണ്ടാമത്തേത് യാ ഉൻ നസബിന് മുമ്പ് അലിഫ് വരിക. വേറൊരു സന്ദർഭം ശരിക്കും ശ്രദ്ധിച്ചോളി, തസ്നിയത്തു സുലാസി, സുലാസിയായ ഫെയിലിനെ മുസന്നയാക്കുമ്പോൾ, അഫൻ സുലാസിയായ ഇസ്മിനെ, ഫെയിലല്ലോ ഖള, ഖളാൻ്റെ ഹംസല്ലേ ലാസ്റ്റ്, അലിഫല്ലല്ലോ. ഖളാഇയുൻ പ്രശ്നമല്ലല്ലോ, ഹുക്മുൻ ഖളാഇ എന്നാ പറയും. തസ്നിയത്തു സുലാസി, സുലാസിയായ ഒരു ഇസ്മ്, മൂന്നക്ഷരമുള്ള ഒരു ഇസ്മ്, അതിന് മുസന്നയാക്കുമ്പോൾ, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അൽ മഖ്തൂം ബിൽ അലിഫ്, അവസാനത്തെ അക്ഷരം അലിഫാണ്. അല്ലത്തി അസ്ലുഹ വാവുൻ, ആ അലിഫ് അസ്ലിൽ വാവായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും, അസ വടി, അതിനാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. അസ പോലുള്ള വാക്ക് എന്താണ് അസൻ്റെ പ്രത്യേകത? സുലാസി അല്ലേ, മൂന്നക്ഷരമാണ്, അതിൻ്റെ അവസാനത്തെ അക്ഷരം അലിഫാണ്. ആ അലിഫ് വാവിൽ നിന്നുണ്ടായി വന്നതാണ്. എപ്പോഴാണ് മനസ്സിലാവത്? മുസന്നിയും ജമ്മൊക്കെ ആകുമ്പോൾ മനസ്സിലാക്കും. അസവാത്തുൻ എന്നാണ് പറയാം ജമ്മ, അപ്പോൾ അത് വാവിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ മൂന്ന് ഷർത്തൊത്ത ഒരു ഇസ്മാണെങ്കിൽ അതിൻ്റെ മുസന്നയും ജമ്മു മുന്നസ് സാലിമും ആയിട്ടുള്ള രൂപങ്ങളിൽ അലിഫിന് പകരം വാവായിരിക്കും. അപ്പോൾ അസ എന്നുള്ള വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം അലിഫാണ് അല്ലേ, അസ എന്നുള്ള വാക്കിൻ്റെ ലാസ്റ്റ് ലെറ്റർ അലിഫാണ്. ഈ വാക്കിന് മൂന്ന് ഷർത്തുകളുണ്ട്. ഒന്ന് സുലാസിയാണ് അല്ലേ, മൂന്നക്ഷരമല്ലേ അല്ലേ. രണ്ടാമത്തേത് മഖ്തൂമുൻ ബി, എന്താണ് അവസാനത്തെ അക്ഷരം എന്താണ്? മഖ്തൂമുൻ ബിൽ അലിഫല്ലേ. അതുപോലെ ഈ അലിഫ് എന്ന് പറയുന്നത് അസ്ലുഹ എന്താണ്? വാവല്ലേ. അപ്പോൾ ഈ മൂന്ന് ഷർത്ത് ഒത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാക്കുകളുടെ മുസന്ന, അതിൻ്റെ ദിവചനം എന്തായിരിക്കും? അസവാനി, അതിൽ അലിഫിന് പകരം വാവായിരിക്കും. അതുപോലെ ഇതിൻ്റെ ജമ്മു മുന്നസ് സാലിം അസവാത്തുൻ, അവിടെയും അലിഫിന് പകരം വാവായിരിക്കും. മഖ്തൂമുൻ ബിൽ അലിഫ്, ലാസ്റ്റ് ലെറ്റർ അലിഫ്, യാ ആണ് അലിഫിൻ്റെ അസ്ൽ, വാവല്ല. മൂന്ന് ഷർത്ത് അല്ല, ഫത്തൻ്റെ ലാസ്റ്റത്തെ അലിഫിന് ഈ ഷർത്തില്ല, അസ്ലുഹ വാവല്ല, അസ്ലുഹ യാ ആണ്. അത് അടുത്തിൽ പറയും. ഇനി മൂന്നാമത്തേത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കൽബ് പറഞ്ഞു, ഒന്ന് വാവ് യാവ് അലിഫാക്കുന്നത്, അലിഫ് വാവാക്കുന്നത്. ഇനി മൂന്നാമത്തേത് കൽബുൽ അലിഫി യാ അൻ. ഇനി പറയാം, നിങ്ങൾ പറഞ്ഞ ഫത്തൻ്റെത് കൽബുൽ അലിഫി യാ അൻ. എപ്പോഴാണ്? ഒന്നാമത്തെ കേസ് ഇതാ വഖഅത്ത് ബഅദ കസ്റ, അലിഫിനെ യാ ആക്കുന്നത് ഒന്ന് കസ്റക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ. ഉദാഹരണം, മിസ്ബാഹിൻ്റെ ജമ്മ എന്താ? മസാബീഹുൻ അല്ലേ, മിസ്ബാഹിൻ്റെ ജമാണ്. അപ്പോൾ ഈ ബാ കഴിഞ്ഞിട്ടുള്ള അക്ഷരം ശരിക്കും അലിഫാണ് അല്ലേ അതിൻ്റെ മുഫ്രദിൽ. പക്ഷേ ബാ കഴിഞ്ഞിട്ട് ഉള്ള അലിഫ് ഇവിടെ ജമ്മായപ്പോൾ എന്തായി? യാ ആയി. കാരണം എന്താണ്? അതിന് മുമ്പ് കസ്റ വന്നു. അപ്പോൾ മുമ്പ് കസ്റ വന്നാൽ, ഒരു അലിഫിൻ്റെ മുമ്പ് കസ്റ വന്നാൽ ആ അലിഫ് യാ ആക്കി മാറ്റും. അതുപോലെ യാ ഉ തസ്ഗീറിന് ശേഷം, യാ ഉ തസ്ഗീറിന് ശേഷം അലിഫ് വന്നാൽ, ഉദാഹരണത്തിന് ഗസാലുൻ, ഗസാൽ എന്ന് പറഞ്ഞാൽ എന്താ? മാൻ, ഡിയർ. അതിനെ തസ്ഗീർ ചെയ്യുമ്പോൾ ഗുസയ്യിലുൻ എന്നാണ്, ഗുസയ്യിലുൻ. ശരിക്ക് അതിൻ്റെ വസൻ എന്താണ് തസ്ഗീറിൻ്റെ? ഫുഐ
ഫുഐഇലല്ലേ അല്ലേ? നാലക്ഷരമുള്ളത് ഫുഐഇലുൻ. അപ്പോൾ ഗുസൈ, ഓക്കെ, അത് വരെ ശരിയാണ്. പിന്നെ അലിഫല്ലേ വേണ്ടത്? ഗുസൈ പിന്നെ അലിഫ് പിന്നെ ലാം, ഇങ്ങനെ വേണ്ടത്. പക്ഷെ മുമ്പ് യാ ഉള്ളത് കൊണ്ട് ഇതിനെന്താ, ഈ അലിഫിനെ നമ്മൾ യാ എന്നാക്കി മാറ്റും. അപ്പോൾ ഗുസൈയിലുൻ എന്നായി. ക്ലിയർ അല്ലേ? അപ്പോൾ അലിഫ് യാ ആകുന്നതും പറഞ്ഞു കഴിഞ്ഞ്. അതിൻ്റെ ഒന്നാമത്തെ കേസ് കസ്റക്ക് ശേഷം വന്നാൽ, രണ്ടാമത്തേത് യാ തസ്ഗീറിന് ശേഷം വന്നാൽ, അത് രണ്ടും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേത് നിങ്ങൾ പറഞ്ഞ ഫത. ഫത്തൻ്റെ പ്രത്യേകത എന്താണ്? 3 ഷർത്തത്തെ ഇസ്മാണ്. ഒന്ന് സുലാസി ആയിരിക്കണം, മഖ്തൂം ബിൽ അലിഫായിരിക്കണം, ആ അലിഫിൻ്റെ അസ്ലുഹ എന്താണ്? ഇത് മൂന്നും ഇതേപോലെ, ഇത് രണ്ടും ഇതേപോലെ തന്നെ. അസ്ലുഹ യാ ഉൻ, യാ ആണെങ്കിൽ എന്തായിരിക്കും? ഫത എന്നുള്ളത് ഫതയാനി. അതുപോലെ അതിൻ്റെ ജമു മുഅന്നസ് സാലിം എന്തായിരിക്കും? ഫതയാത്ത്. അവസാനത്തെ അക്ഷരം അലിഫായിരിക്കുകയും ആ അലിഫ് അസ്ലിൽ യാ ആയിരിക്കുകയും ചെയ്യുന്ന ഇസ്മുകൾ, അതിൻ്റെ മുസന്നയും ജമു മുഅന്നസ് സാലിമും അതിൽ അലിഫിന് പകരം യാ ആയിരിക്കും. മുസന്നയിലും ജമു മുഅന്നസ് സാലിമിലും അലിഫിന് പകരം യാ ആയിരിക്കും. ഫത്തൻ്റെ ജമു ഫതയാത്താണ്, ഫത്തൻ്റെ മുസന്ന ഫതയാനിയാണ് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അതിനെ ഒന്ന് എന്താ പറയുക, ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ സംഗതി. ഈ ഫതയാനി എന്നുള്ള ഓർത്താൽ മതി. അടുത്തത് ഖൽബുൽ വാവി യാ അൻ, വാവ് യാ ആവുന്ന കേസ്. വാവ് യാ ആകുന്നത് എപ്പോഴാണ്? വാവ് യാ ആകുന്നത് ഇദാ വഖഅത് ബഅദ കസ്റത്തിൻ ഫീ തറഫ്, കസ്റക്ക് ശേഷം വാവ് വന്നാൽ, ഫീ തറഫ് ഒരറ്റത്ത്, വാക്കിൻ്റെ അറ്റത്ത്, എഡ്ജിൽ. ഉദാഹരണത്തിന് റദിയ, അതുപോലെ ഉഫിയ, വമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഖുർആനിൽ പറഞ്ഞു. റദിയ എന്നും ഉഫിയ എന്നും പറഞ്ഞ രണ്ട് ഫേലുകൾ ശരിക്ക് റദിവ എന്നും ഉഫി വ എന്നുമാണ് അല്ലേ? റദിയൻ്റെ അവസാനത്തെ യാൻ്റെ അസ്ല് ശരിക്കും എന്താണ്? റിദ്വാൻ, അള്ളാഹിൻ്റെ തൃപ്തിക്ക് ഒരു റിദ്വാനും മിൻ അല്ലാഹ്. മസ്ദർ നോക്കിയാൽ അറിയാൻ പറ്റും അസ്ലുകളൊക്കെ. അപ്പോൾ വാവായിരുന്നു അത് ശരിക്ക്. പക്ഷെ എന്തുകൊണ്ട് റദിവ എന്ന് പറഞ്ഞില്ല? ആ വാ വന്നത് കസ്റക്ക് ശേഷമാണ് അല്ലേ? റദി വ, ഇതാണ് വാക്ക്. ഈ വാവ് വന്നത് ഒരു കസ്റക്ക് ശേഷമാണ്, വാക്കിൻ്റെ അറ്റത്തും അല്ലേ? അപ്പോൾ എന്താവും? ഇത് റദിയ എന്നാവും. അതുപോലെ ഉഫിയ, ഉഫി വ എന്നായിരുന്നു, വാക്കിൻ്റെ അറ്റത്താണ്, തൊട്ടുമുമ്പ് കസ്റയാണ്. അപ്പോൾ ഇത് ഈ വാവ് മാറിയിട്ട് എന്താവും? ഉഫിയ, വാവ് മാറിയിട്ട് യാ ആയി മാറും. അപ്പോൾ വാവ് യാ ആകുന്ന കേസ് പറഞ്ഞു. അതുപോലെ തന്നെ വഖഅത് സാകിനത്തൻ ബഅദ കസ്റ, വാക്കിൻ്റെ അറ്റത്തൊന്നല്ല, പക്ഷേ അതിൻ്റെ ഉള്ളിലാണ്, എന്നാലും അത് വന്നത് ഒരു കസ്റക്ക് ശേഷമാണ്, ഈ വാവിന് സുക്കൂനുമാണ്. ഉദാഹരണത്തിലൂടെ വ്യക്തമാവും. മീസാൻ, മീസാൻ എന്നുള്ള വാക്ക് നമ്മളൊക്കെ ഒരു സംശയമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കാണ്. മീസാൻ എന്നുള്ള വാക്ക് മീസാനാണോ അത് വേറെ എന്തെങ്കിലും ആണോ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ മിവ്സാനായിരുന്നു അല്ലേ? വസ്നല്ലേ? വസ്ന് എന്നുള്ളതിൽ നിന്നുണ്ടായ ഇസ്മു ആലാണ് അല്ലേ? വസ്ന് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം മിഫ്ആൽ. അപ്പോൾ ശരിക്കും വേണ്ടിയിരുന്നത് മിവ്സാൻ അല്ലേ? മിവ്സാൻ എന്നാണ്. ശരിക്കും നിങ്ങൾ ഇസ്മുൽ ആല ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ അന്ന് നിങ്ങൾ ചോദിക്കണ്ടായിരുന്നു നമ്മൾ മീസാൻ എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ അത്രക്ക് ആഴത്തിൽ പഠിക്കാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ മിവ്സാൻ എന്നുള്ളതിനെ മീസാൻ എന്ന് പറയാൻ കാരണം വാവിന് ലമ്മാണ്, ലമ്മല്ലേ ഇവിടെ? അത് വന്നതൊരു കസ്റക്ക് ശേഷമല്ലേ? അത്രേ ഉള്ളൂ. അതുപോലെ മീഖാത്ത്, വക്ത് നിന്നുണ്ടായതാണ് മീഖാത്ത്. മിവ്കാത്തായിരുന്നു ശരിക്ക്, അത് മീഖാത്തായി മാറി. ഇനി ഖൽബുൽ യാ വാവൻ, നേരെ തിരിച്ച് യാ വാവാകുന്നത്. യാ വാവാകുന്നത് ഇദാ സുക്കിനത് ബഅദ ലമ്മ, ഒരു ലമ്മക്ക് ശേഷം സുക്കൂനായിട്ട് വന്നാൽ. ഉദാഹരണത്തിലൂടെ വ്യക്തമാവും. യഖീൻ എന്നുള്ളതിൽ നിന്നുണ്ടായിട്ടുള്ള ഇസ്മുൽ ഫായിൽ എന്താണ്? യഖീൻ ഉള്ളവൻ എന്നുള്ള ഇസ്മുൽ ഫായിൽ മൂഖിൻ. ശരിക്കും മുയഖിൻ എന്നല്ലേ വേണ്ടിയിരുന്നത്? യഖീൻ അല്ലേ? അയക്കന, അയക്കനൻ്റെ ഇസ്മുൽ ഫായിലല്ലേ? അയക്കന എന്നുള്ളത് അഫ്അല വസ്ന്. അഫ്അലൻ്റെ ഇസ്മുൽ ഫായിൽ എന്തായിരുന്നു വസ്ന്? മുഫ്ഇൽ, മുഫ്ഇൽ. അപ്പോൾ അയക്കനൻ്റെത് മുയഖിൻ. പക്ഷെ അതെന്ത് വന്നു? സുക്കൂനാണ് ബഅദ ലമ്മ. ലമ്മക്ക് ശേഷം സാക്കിനായിട്ട് യാ വന്നാൽ പറയാൻ തന്നെ പ്രയാസമല്ലേ? മുയഖിൻ എന്ന് പറയാൻ നല്ല സുഖമുണ്ടോ? അപ്പോൾ അത് മൂക്കിൻ എന്നല്ലേ സുഖം, അത് മാറ്റി. ഇനി അവസാനത്തേത് ഇലാലിൻ്റെ ഖൽബ് എന്ന് പറയുന്ന സെക്ഷനിലെ ലാസ്റ്റ് മാറ്റം
ഖൽബുൽ വാവി വൽ യാ ഹംസത്തൻ, വാവും യാവും ഹംസയാക്കി മാറ്റും. അതെപ്പോഴാണ്? ഇദാ തത്വറഫത ബാദ അലിഫിൻ ജായിദ, ഒരു അലിഫിൻ്റെ ശേഷം വരും, പിന്നെ വാക്കിൻ്റെ അവസാനമായിരിക്കും. ഈ യാവും വാവും വാക്കിൻ്റെ അറ്റത്തുമായിരിക്കും, ബാക്കിൽ അലിഫുമായിരിക്കും. ഉദാഹരണത്തിന് സമാ ഉൻ. സമാ എന്നുള്ളത് ശരിക്ക് സുമുവ് എന്നുള്ളതിൽ ഉണ്ടായതാണ്. സമാവുൻ എന്നാണ് ശരിക്കും. ആകാശം എന്നുള്ള സമാ നമ്മളിപ്പോൾ സമാ ഉൻ എന്നാണ് പറയുന്നത്, പക്ഷേ അതിൻ്റെ അസല് സമാ വുൻ എന്നാണ്. ആ വാവിന് നിങ്ങൾ നോക്കി, ആ വാവ് വാക്കിൻ്റെ അറ്റത്തല്ലേ? അറ്റത്താണ്. എൻ്റെ ബാക്കിലെ അക്ഷരം എന്താണ്? അലിഫാണ്. അപ്പോൾ ഈ രണ്ട് ഷർത്തും ഒത്താൽ അവസാനത്തായിരിക്കുകയും ചെയ്യുക, തൊട്ട് ബാക്കിൽ അലിഫ് ആയാൽ ആ വാവ് എന്താവും? ഹംസയായി മാറും. സമാ ഉൻ. അതുപോലെ തന്നെ അവസാനത്തെ അക്ഷരം യാ ആണെങ്കിലും ഈ ഷർത്ത് വന്നാൽ ലാസ്റ്റ് നിൽക്കുകയും ബാക്കിൽ അലിഫ് നിൽക്കുകയും ചെയ്താൽ യാവും ഹംസയായി മാറും. ഉദാഹരണം ബിനാ ഉൻ. ശരിക്കും ബിനാ എന്നുള്ള വാക്ക് ബിനാ യുൻ എന്നായിരുന്നു. ബനയിത്തു എന്നൊക്കെയല്ലേ പറയുന്നത്. യബിനി. ഈ ഫേൽ മുലാരി ഒക്കെ അസ്ല് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ്. യബിനി ലാസ്റ്റ് യാ ആണ്. അപ്പോൾ ബിനായുൻ എന്നായിരുന്നു, പക്ഷേ യാ ലാസ്റ്റ് ലെറ്ററാണ്, തൊട്ട് ബാക്കിൽ അലിഫാണ്. അപ്പോൾ യാ മാറിയിട്ട് ഹംസയാവും, ബിനാ ഉൻ. അപ്പോൾ ഇതോടുകൂടി ഇഅ്ലാലിൻ്റെ ഒരു ഭാഗം, കൽബ് എന്നുള്ള ഭാഗം കഴിഞ്ഞ് ഇനിയുള്ളത് ഹദ്ഫാണ്. റജാ ഉൻ, ശരിയാണ്, റജാ ഉൻ എന്നാണ് ശരിക്കും. റജൗതു, യർജു. മാഷാ അല്ലാഹ്. അടുത്തത് ഹദ്ഫ്. ഹദ്ഫ് ചെയ്യുന്ന സന്ദർഭങ്ങൾ അതിന് മൊത്തത്തിൽ രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റും. ഒന്ന് ഹദ്ഫുൻ ഖിയാസി ഉണ്ട്, അതുപോലെ സമായി ഉണ്ട്. അത് ചില അക്ഷരങ്ങൾ സമായി ആയിട്ട്, ഇപ്പോൾ യദുൻ എന്നുള്ളതിൽ ഒരു യാ ഉണ്ടായിരുന്നു, യദ്യുൻ എന്നായിരുന്നു. അതിൽ യാ ഡിലീറ്റായി പോയത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഒരെളുപ്പത്തിന് വേണ്ടി എന്ന് പറയാം ആണെങ്കിൽ, അത്രേ ഉള്ളൂ. എന്നാൽ ഖിയാസി ആയിട്ടുള്ള ഒരു കായതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ കായത എവിടെ കണ്ടാലും അവിടെയൊക്കെ ഹദ്ഫ് ചെയ്യാം. ഉദാഹരണമാണ് ഹദ്ഫുൽ വാവി ബൈനൽ യാ ഇൽ മഫ്തൂഹത്തി വൽ കസ്ര. ഒരു ഫത്തഹുള്ള യാവും അതുപോലെ ഒരു കസ്രയും. വ അല്ല യാ അല്ല യ, യ എന്നുള്ള അക്ഷരവും ഫത്തഹുള്ള യാ, പിന്നെ ഇപ്പുറത്ത് ഒരു കസ്രയും. അതിൻ്റെ രണ്ടിനും നടുവിൽ വാവ് വന്നു കഴിഞ്ഞാൽ ആ വാവ് ഹദ്ഫ് ചെയ്യും. അതിൻ്റെ ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് വിശദീകരിക്കാമെന്ന് പറഞ്ഞാണ്ട് വിട്ടിട്ടുണ്ട് നമ്മൾ. വലത യവ്ലിദു അല്ലേ? വലതൻ്റെ മുളാരി എന്താണ്? വലത ഏതാ വസ്ന്? ഫഅല യഫ്ഇലു. അപ്പോൾ വലത യവ്ലിദു നമ്മൾ പറഞ്ഞിരുന്നു. മിസാലിനെ കുറിച്ച് പറഞ്ഞു. ഇത് ഫേൽ മിസാലല്ലേ, ഫസ്റ്റത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരം. മിസാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. മിസാൽ വാവിയുൽ ഫ ആയിട്ടുള്ള മിസാലാണെങ്കിൽ അത് മുളാരി ആവുമ്പോൾ അതിൻ്റെ ആ ഫാ ഉൽ കലിമ ഹദ്ഫ് ചെയ്യുന്നു. നമ്മൾ എല്ലാത്തിൻ്റെ അക്ഷരമുള്ള ഫേലുകൾ, ഫേൽ മുഅത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസാലിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കായത ഇതാണ്, പൊതുവായ നിയമമാണ്. ഒരു വാവ് ബാക്കിലൊരു ഫത്തഹുള്ള യാവും തൊട്ട് ശേഷം കസ്റയും വന്നു കഴിഞ്ഞാൽ ഈ വാവ് പോവും. അതിൻ്റെ ഉദാഹരണമാണ് വലത യലിദു. വലത എന്നുള്ളത് എന്തായി മാറും? യലിദു എന്നായി മാറും. അപ്പോൾ ഇതൊരു കായതയാണ്. ഇത് നമുക്ക് ഏത് വാക്കിലും ഉപയോഗിക്കാം. ഈ നിബന്ധന ഉള്ള ഒരു വാക്ക്, അതിൻ്റെ പിന്നെ ആ വാവ് വരുന്നത് യാൻ്റെയും ഫത്തഹുള്ള യാൻ്റെയും ഒരു കസ്റേൻ്റെയും നടുവിലാണെങ്കിൽ ഹദ്ഫ് ചെയ്യും. രണ്ടാമത്തേത് ഹദ്ഫുൽ ഹംസത്തി മിൻ മുലാരി അഫ്അല. അഫ്അല വസ്നിൻ്റെ മുലാരി, അഫ്അല വസ്നിൻ്റെ മുലാരി. എന്താ ഉദാഹരണം? അഫ്അല വസ്നിലുള്ളൊരു ഫെയിൽ പറയും. ഇത് ഹദ്ഫു ഏതക്ഷരാണ്? ഹദ്ഫുൽ വാവല്ലേ? മനസ്സിലായില്ലത്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സമാധാനം. ഈ വാവിൻ്റെ ഹദ്ഫ് ചെയ്യുന്ന കായത എന്താണ്? തൊട്ടുമുമ്പ് യാ, അതുപോലെ ശേഷം കസ്റ. രണ്ടാമത്തേത് ഹദ്ഫുൽ ഹംസ. ഹംസ ഹദ്ഫ് ചെയ്യുന്നത് എപ്പോഴാണ്? മുലാരിഉ അഫ്അല. മുലാരിഉ അഫ്അല. അഫ്അല വസ്നിൻ്റെ മുലാരി. ഉദാഹരണത്തിന് അക്രമ. അക്രമിൻ്റെ പിന്നെ മുലാരി എന്താണ്? കായിക പ്രകാരം എന്താണ് മുലാരി? അഫ്അലിൻ്റെ മുലാരി എന്താ? ഉക്രിമു. അഫൻ അഫ്അലൻ്റെ ഉഫ്ഇലു. ഉഫ്ഇലു അല്ലേ? അപ്പോൾ അക്രമിൻ്റെ എന്തായിരിക്കും? ആണോ? അക്രമ അഫൻ. അതെങ്ങനെ ആയി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണിത് സംഭവിച്ചത്? അഫ്അല എന്നുള്ളത് ശരിക്ക് പിന്നെ ഒരു മിനിറ്റ്, അഫ്അലൻ്റെ അഫ്അലിൻ്റെ മുലാരി യഥാർത്ഥത്തിൽ അസ്ലിൽ എന്തായിരുന്നു? യു അഫ്ഇലു ആയിരുന്നു.
യു അഫ് ഇലു ആയിരുന്നു. എങ്ങനെയാണ് യുഫ് ഇലു ആയത്? ഈ വാവ് അഫൻ, യു അഫ് ഇലു, ഈ ഹംസ ഹദ്ഫ് ചെയ്തു, അതിൻ്റെ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്രമൻ്റെത് അക്രിമു എന്നുള്ളത് ഹംസ ഒഴിവാക്കിയാൽ ഉക്രിമു എന്നാവും. മൂന്നാമത്തത് അൽ ഹദ്ഫു ലിത്തഖല്ലുസി മിൻ ഇൽതിഖാ സാക്കിനൈൻ. മൂന്നാമത്തെ ഹദ്ഫ് ഇൽതിഖാ സാക്കിനൈൻ നമ്മൾ വിശദമായിട്ട് പഠിക്കും കുറച്ച് കഴിഞ്ഞിട്ട്, സമയം തീരാനല്ലേ. ഇൽതിഖാ സാക്കിനൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂനുള്ള രണ്ട് അക്ഷരങ്ങൾ അടുത്തടുത്ത് വരാൻ പാടില്ല. സുക്കൂനുള്ള രണ്ട് അക്ഷരങ്ങൾ അടുത്തടുത്ത് വരാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം, അതാണ് തഖല്ലുസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹദ്ഫ് ചെയ്യും. ഉദാഹരണത്തിന് ഐനുൽ മാദി അൽ അജ്വഫ് എന്തൽ ഇത്തിസാലി ബി ദമീരി റഫിൽ മുതഹർരിക്. എന്താണ് പിന്നെ അൽ അജ്വഫ് എന്ന് പറഞ്ഞാൽ? ഐനുൽ കലിമ ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഉദാഹരണത്തിന് കാല അല്ലേ, കാല എന്നുള്ളതിനെ ദമീർ റഫ മുതഹർരിക്കായിട്ടുള്ള തു എന്നായിട്ട് ചേർക്കുമ്പോൾ എന്താ വരിക? ശരിക്ക് കാല തു എന്നാണ് വേണ്ടത് അല്ലേ. വേണമെങ്കിൽ ഇതിനെ സുക്കൂനാക്കിയാൽ ഇങ്ങനെ പറയാം, കാൽ തു എന്നായിരിക്കും. പക്ഷേ ഇതെന്ത് ചെയ്യും? നമ്മൾ ഈ അലിഫിനെ കളഞ്ഞിട്ട് കൊൽത്തു എന്നാക്കും. അപ്പോൾ ഇവിടെ എന്തിനാണ് കളഞ്ഞത്? എന്തുകൊണ്ടാണ്? ഈ അലിഫ് എന്ന് പറയുന്നത് സാക്കിനാണ്, എപ്പോഴും സുക്കൂനുള്ളതാണ്. ഇവിടെയും ഒരു സുക്കൂന് വന്നു, അപ്പോൾ സുക്കൂനുള്ള രണ്ട് അക്ഷരങ്ങൾ അടുത്ത് വന്നപ്പോൾ അതിനെ കളഞ്ഞു. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു ഹദ്ഫ്. എന്താണ്? ഹദ്ഫു ഹർഫിൽ ഇല്ല ലിത്തഖല്ലുസി മിൻ ഇൽതിഖാഇ സാക്കിനൈൻ. ഇൽതിഖാ സാക്കിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെ അക്ഷരം കളയുക, ഇതൊരു ഹദ്ഫാണ്. അതുപോലെ മറ്റൊരു ഹദ്ഫാണ് ഫേലു നാഖിസിൻ്റെ അവസാനത്തെ അക്ഷരം ഹദ്ഫ് ചെയ്യും വാവുൽ ജമാ വരുമ്പോൾ. ഗസ, ഗസൻ്റെ മുതാരി എന്താണ്? യഗ്സു. വാവുൽ ജമാ വന്നാൽ എന്താവും? യഗ്സൂൻ അല്ലേ. പക്ഷേ ശരിക്ക് നമ്മളിപ്പോൾ കതബ അല്ലെങ്കിൽ കത്തല, മുതാരി യക്തുലു, അതിൻ്റെ വാവുൽ ജമാ വന്നാൽ എങ്ങനെ വരിക? യക്തുലൂൻ എന്നല്ലേ. ഈ യക്തുലു ഇവിടെ നിലനിർത്തിയിട്ട് മുതാരി അതുപോലെ നിലനിർത്തിയിട്ട് ഈ വാവും നൂനും കൊടുക്കല്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ ശരിക്ക് യഗ്സൂൻ എന്നല്ലേ വേണ്ടിയിരുന്നത്, കാരണം ഓൾറെഡി മുതാരിയിൽ യഗ്സൂ എന്നൊരു വാവുണ്ട്, അതിന് ശേഷം ഒരു വാവും നൂനും കൊടുക്കണ്ടേ. അപ്പോൾ യഗ്സൂൻ എന്നായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് സംഭവിക്കും? ഇവിടെയും രണ്ട് സുക്കൂൻ അടുത്തടുത്ത് വരും, അപ്പോൾ നമ്മൾ ഒന്നാമത്തത് കളയും. അപ്പോൾ പോയത് ശരിക്കും എന്താണ്? ഏത് വാവാണ്? ലാമുൽ കലിമയാണ് പോയത്. ആദ്യത്തെ വാവ് പറഞ്ഞാൽ ലാമുൽ കലിമയാണ്. അപ്പോൾ നാഖിസ് ഫേലിൻ്റെ കൂടെ വാവുൽ ജമാ വരുമ്പോൾ അതിൻ്റെ ലാമുൽ ഫേൽ നഷ്ടപ്പെടും, അതൊരു ഹദ്ഫാണ്. വേറൊരു ഇത്രയും 4 കേസുകളാണ് ഹദ്ഫുള്ളത്. ഒന്ന് ഹദ്ഫുൽ വാവ്, ഹദ്ഫുൽ ഹംസ ഇവിടെ പറഞ്ഞു, പിന്നെ ഇൽതിഖാ സാക്കിനി വരുമ്പോൾ ഹർഫുൽ ഇല്ല ഹദ്ഫ് എന്ന് പറഞ്ഞു, പിന്നെ ലാമു അൽ ഫിഅലി നാഖിസി അല്ലെങ്കിൽ ലാമുൽ ഫിഅലിൽ മുളാരിഇ അൻ നാഖിസി എന്ത ഇത്തിസാലി വാവിൽ ജമാ. ഇപ്പോൾ 4 തരം ഹദ്ഫുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഇതാണ് ഹദ്ഫ്. ഇനിയുള്ളത് എന്താണ്? പിന്നെ ഇനി പറയാനുള്ളത് എന്താണ്? നക്കലാണല്ലേ, നക്കൽ, ഹർക്കത്ത് മാറ്റുന്നത്. നക്കലിനെ കുറിച്ച് പറയാം. അതിൻ്റെ വ്യത്യസ്ത പേരുകളുണ്ട്. അല്ലെ അലാലു ബിൻ നക്കൽ എന്ന് പറയും, ചിലപ്പോൾ തസ്കീൻ എന്ന് പറയും, ചിലപ്പോൾ ഇസ്കാൻ എന്ന് പറയും. അതൊക്കെ ഒരേ സംഭവമാണ്. എല്ലാത്തിൻ്റെ അക്ഷരങ്ങളിൽ ഒന്ന് കൽബ്, രണ്ടാമത്തെ ഹദ്ഫ്, മൂന്നാമത്തത് തസ്കീൻ അല്ലെങ്കിൽ നക്കൽ. അതെന്താണ്? ഉദാഹരണം അൽ ഫിഅലുൽ മുളാരി മുഅ്തല്ലുൽ ഐൻ. ഒന്നാമത്തെ തരം നക്കൽ വരുന്ന കേസ് അൽ ഫിഅലു അൽ മുളാരിഉ മുഅ്തല്ലുൽ ഐൻ. ഐനുൽ ഫിഅൽ എല്ലാത്തിൻ്റെ അക്ഷരമായിട്ടുള്ള ഫിഅൽ മുളാരി. അങ്ങനെയൊക്കെ പറയുമ്പോൾ അജ്വഫ് ആയിട്ടുള്ള ഫിഅൽ മുളാരി. ഇത് വലിയ ഇതായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ് സംഗതി. യഖൂലു, ശരിക്കും യഖൂലു എന്നുള്ളത് എന്തായിരുന്നു? അതിൻ്റെ മാദി കാല, അതിൻ്റെ അസ്ല് കവല അല്ലേ. ഈ കവലൻ്റെ മുളാരി എന്താണ് ശരിക്ക്? യഖൂലു അല്ലേ, ഫഅല യഫ്ഉലു. അപ്പോൾ നമ്മുടെ കായിക എന്താണ്? ഈ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടാവുകയും അതിന് തൊട്ട് ബാക്കത്തെ സഹീഹായ അക്ഷരത്തിന് സുക്കൂനായി നിൽക്കുകയും ചെയ്യുമ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ ദുർബലനാണ്, സഹീഹായ അക്ഷരങ്ങൾ ശക്തന്മാരാണ്. അപ്പോൾ ഈ ദുർബലനായ അക്ഷരത്തിൻ്റെ മുകളിൽ ഹർക്കത്ത് എന്നൊരു പ്രയാസമാണല്ലോ, സുക്കൂൻ എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കാൻ. അപ്പോൾ ഈ ആരോഗ്യമുള്ളവൻ അടങ്ങി നിൽക്കുന്നു,
ദുർബലനായ ഹർഫുൽ ഇല്ലത്ത് ഹർക്കത്ത് താങ്ങി നിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹർക്കത്തിന് ഇങ്ങോട്ട് കൊടുത്തിട്ട് ആ സുക്കൂൻ ഇങ്ങോട്ട് വാങ്ങും. അപ്പോൾ എന്താവും? യഖൂലു എന്നായി മാറും. അതാണ് ഒന്നാമത്തെ നഖ്ൽ. രണ്ടാമത്തേത് ഇസ്മുൽ മഫ്ഊൽ മുഅ്തല്ലുൽ ഐൻ. ഇപ്പോൾ ഫിഅ്ൽ മുളാരി മുഅ്തല്ലുൽ ഐൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഇസ്മുൽ മഫ്ഊൽ മുഅ്തല്ലുൽ ഐൻ. ഇതേപോലെ തന്നെ ഉദാഹരണം, ഈ യഖൂലിന് പകരം മഖൂൽ എന്നൊരു സംഭവമുണ്ട്. മഖൂലുൻ, അവൻ പറഞ്ഞ വാക്ക്, അവൻ്റെ വാക്ക് ഇസ്മുൽ മഫ്ഊൽ. കാല പറഞ്ഞു, അതിൻ്റെ ഇസ്മുൽ മഫ്ഊൽ മഖൂലുൻ. ശരിക്കും ഇതെന്തായിരുന്നു? മഫ്ഊൽ എന്നുള്ള വസിനിലേക്ക് നമ്മൾ മാറ്റിയാൽ, കവലനെ ഇതിലേക്ക് മാറ്റി എന്താ കിട്ടുക? ശരിക്ക് മഖ്ഊൽ ഇങ്ങനെയല്ലേ കിട്ടുക? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ ഹർക്കത്തിനെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ എന്താവും? മഖൂൽ എന്നാവും. ഇപ്പോൾ രണ്ട് സുക്കൂൻ അടുത്തടുത്ത് വരും, ഇത് പോവും. അപ്പോൾ മഖൂലുൻ. മനസ്സിലായോ? അപ്പോൾ ഇസ്മുൽ മഫ്ഊൽ മുഅ്തല്ലുൽ ഐൻ. മൂന്നാമത്തേത് അൽ മസ്ദറു അല വസ്നി ഇഫ്ആൽ. അതാണ് നമ്മൾ പറഞ്ഞ ഇഖാമത്ത് എന്നുള്ള വാക്ക്. അൽ മസ്ദറു അല വസ്നി ഇഫ്ആൽ. കാമ എന്നുള്ള ഫേൽ എടുക്കുക. കാമൻ്റെ അസൽ എന്താണ് ശരിക്ക്? കവമ. കവമൻ്റെ മസ്ദർ എന്താണ്? ഫഅല ഇഫ്ആൽ. അപ്പോൾ കവമ ഇഖ്വാം അല്ലേ? ഇഖ് അങ്ങനെ വേർതിരിച്ച് ചെയ്താൽ ഇഖ്വാം. കാരണം ഇത് വിശദമായിട്ട് വിശകലനം ചെയ്യേണ്ടത്. ഇഖ്വാം. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഹർഫുൽ ഇല്ലത്തിന് ഹർക്കത്തും സഹിഹായ ഹർഫിന് സുക്കൂനും വന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ എന്താവും? ഇക്കാന്നായി. വാവ് അങ്ങനെ തന്നെ, സുക്കൂന്, അലിഫ് സുക്കൂൻ, ഇങ്ങനെ ആയില്ലേ? ഇനി ഈ വാവ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇൻഫത്തഹ മാ ഖബ്ലഹ. വാവും യാവും അലിഫായി മാറുന്ന കേസ് ഫസ്റ്റ് നമ്മൾ ഇൽത്തിഖാവ് സാക്കിനിൻ്റെ മുമ്പ്, ഇൽത്തിഖാവ് സാക്കിനിൻ്റെ കാര്യം പറയാം. അതിൻ്റെ മുമ്പ് ഈ കാഫ് സുക്കൂനാവുന്നതോട് കൂടി തന്നെ എന്ത് സംഭവിച്ച്? ഇൽത്തിഖാവ് സാക്കിൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അക്ഷരം വെച്ച് നോക്കുമ്പോഴല്ലേ. അതിൻ്റെ മുമ്പ് ഇത് രണ്ടും തമ്മിൽ പ്രശ്നം തീർക്കണം. ഇത് രണ്ടും തമ്മിൽ പ്രശ്നമുണ്ട്. എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, വാവിനും യാവിനും സുക്കൂന് വരികയും അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് ഫത്ഹ്, തഹറക്കത വൻഫത്തഹ മഖബ്ലഹ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? വാവ് അലിഫായി മാറും. വാവ് അലിഫായി മാറും. അപ്പോൾ ഇവിടെ എന്തായത്? ഈ ക ഇങ്ങനെ ആവും. രണ്ട് ഇപ്പോഴാണ് ഇൽത്തിഖാവ് സാക്കിനാണ്. ആ ഇൽത്തിഖാവ് സാക്കിനെ വന്നതുകൊണ്ട് ആദ്യത്തെ അലിഫ് കളയും. ആ അലിഫ് പോയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു താഴ് ഇവിടെ കൊടുക്കും. അതാണ് ഇഖാമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നഖലിൻ്റെ 3 കേസുകൾ. ഒന്ന് ഫേൽ മുദാരി മുഅ്തല്ലുൽ ഐൻ, ഇസ്മുൽ മഫ്ഊൽ മുഅ്തല്ലുൽ ഐൻ, മസ്ദർ അല വസ്നി ഇഫ്ആൽ. പിന്നെ ഈ മഖ്ബൂലുണ്ടല്ലോ, മഖ്ബൂലുൻ. ഓക്കെ, അത്ര തന്നെ. അടുത്തത് ഇനി പറയാനുള്ളത് ഇൽത്തിഖാഉ സാക്കിനെ കുറിച്ച് വിശദീകരിക്കാനുണ്ട്. അതും കൂടി പറഞ്ഞാൽ നമ്മൾ പ്രധാന ഭാഗം കഴിഞ്ഞു. ഒരു സംശയം നമുക്ക് ചോദിക്കേണ്ടതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇതാ തഹറക്കത്ത് വൻഫത്തഹ മാ ഖബ്ലഹു അല്ലേ. അതായത് ബാക്കിൽ ഫത്തഹയും ഇതിന് ഹറക്കത്തും അപ്പോഴല്ലേ. അതായത് കവല ഹറക്കത്ത് വന്നു, വാക്ക് ബാക്കിൽ ഫത്തഹയും വന്നു, അപ്പോഴല്ലേ കാലായി മാറുന്നത്. വാവിനും യാവിനും ഹറക്കത്ത് വരികയും ഫത്തഹന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഹറക്കത്ത് വരികയും ബാക്കിൽ ഒരു ഫത്തഹ വരികയും ചെയ്യുമ്പോഴാണ് ആ വാവിനെ യാവിനെ അലിഫാക്കി മാറ്റുന്നത്. പക്ഷെ ഇവിടെ കാഫിന് ഫത്തഹാണ്, ഓക്കെ. പക്ഷേ ഇതിന് സുക്കൂനല്ലേ. അവർ നോക്കുന്ന അസിലിലേക്കാണ്. അസിൽ ഇഖ്വാം എന്നായിരുന്നല്ലോ, അസിൽ വാവിന് ഫത്തഹായിരുന്നല്ലോ, ഹർക്കത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കും അസിലിന് കാഫിന് സുക്കൂനല്ലേ എന്ന്. വാവിൻ്റെ കാര്യത്തിൽ അസിലേക്ക് നോക്കി, കാഫിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കി. അങ്ങനെയാണ് പറയുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ള അള്ളാഹു ഒരു കാരണം എന്തെങ്കിലും ഉണ്ടാവാം. പക്ഷേ അത് അങ്ങനെ നോക്കിയിട്ടാണ് ഈ സംഗതി ചെയ്തിട്ടുള്ളത്. വായിച്ചോളെ. ഇനി ഇൽത്തിഖാഉ സാക്കിനൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇൽത്തിഖാഉ സാക്കിനൈൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആ വാക്ക് കേട്ടാൽ മനസ്സിലാവും. 2 സുക്കൂനുള്ള ഹർക്കുകൾ, സാക്കിൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള ഹർഫ് അല്ലേ. സുക്കൂനുള്ള 2 ഹർഫുകൾ അടുത്തടുത്ത് വരുന്നു.
അതിൽ നിന്ന് രക്ഷപ്പെടണം. തഖല്ലുസിന് രണ്ട് മാർഗ്ഗമുണ്ട്. ഒന്ന് ഹദ്ഫ്, രണ്ടാമത്തെ തഹ്രീക്ക്. എന്താണ് ഹദ്ഫ് എന്ന് പറഞ്ഞാൽ കളയുക, ആ വാക്ക് കളയുക. രണ്ടാമത്തേത് തഹ്രീക്ക്, ആ സുക്കൂന് മാറ്റിയൊരു ഹർക്കത്ത് കൊടുക്കുക, പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു രോഗിയായ ഒരാളുണ്ട്, അയാളെ ഇന്ന് രക്ഷപ്പെടാൻ രണ്ട് മാർഗ്ഗമുണ്ട് രോഗം മാറാൻ. അത് ഇയാളെ കൊല്ലുക, അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റുക എന്ന് പറഞ്ഞ മാതിരി. ഹർഫുൽ അഫൻ സാക്കിനായ ഹർഫുകൾ രണ്ടാൾ അടുത്തടുത്ത് നിൽക്കുകയാണ്. ഒന്നെങ്കിൽ സാക്കിനായ ഒരു ഹർഫിനെ കളയുക, അല്ലെങ്കിൽ അതിൻ്റെ സുക്കൂന് മാറ്റുക. ഇത് രണ്ടും ചെയ്യാമല്ലോ. അതിൽ ഹദ്ഫ് ചെയ്യപ്പോഴൊക്കെയാണ്, തഹ്രീക്ക് ചെയ്യപ്പോഴൊക്കെയാണ്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഹദ്ഫ് ചെയ്യുന്നത് എല്ലത്തിൻ്റെ ഹർഫാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ഹദ്ഫ് ചെയ്യുക. കാരണം രോഗി അങ്ങേയറ്റെത്തിയിട്ടുണ്ട്, അതിനെ കൊന്നു കളയുന്നു. ശറയ്യായിട്ടല്ല പറയുന്നത്. രോഗി പോട്ടെ, ഒരു കന്നുകാലി ആയിക്കോട്ടെ, ഔദുബില്ല, മനുഷ്യന്മാരെ ചെയ്യാൻ പാടില്ല. ഒരു നായ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൂച്ചയോ രോഗിയായിട്ട് അത് അതിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, കൊന്നു കളയാം, പ്രശ്നമില്ല. അങ്ങനെ ഓൾറെഡി ദുർബലനാണ്, പിന്നെ രോഗം വന്നു, അങ്ങനെ. ഇനി എല്ലത്തിൻ്റെ അക്ഷരമാണെങ്കിൽ ഹദ്ഫ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, അത് ഹത്ത്, നമ്മൾ എഴുത്തിലും ഹദ്ഫ് ചെയ്യും, ഉച്ചാരണത്തിലും ഹദ്ഫ് ചെയ്യും. ചിലപ്പോൾ എഴുത്തിൽ അവിടെ ഉണ്ടാവും, ഉച്ചാരണത്തിൽ മാത്രമേ ഹദ്ഫ് ചെയ്യുള്ളൂ. എപ്പോഴാണ് രണ്ടിലും ഹദ്ഫ് ചെയ്യുന്നത്? ഒരേ വാക്കിലാണെങ്കിൽ. ഇപ്പോൾ ഖുൽ എന്നുള്ളത് ശരിക്ക് ഖവല എന്നുള്ളതാണ് മാദി. മുദാരി എന്താണ്? യഖൂലു. അപ്പോൾ അംർ എന്തായിരിക്കും? ഉഖ്വുൽ എന്നാണ്. യഖൂലു ഉഖ്വുൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങോട്ട് പോകില്ലേ? അപ്പോൾ ഉഖൂൽ എന്നാവില്ലേ, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? രണ്ട് സുക്കൂനൊന്നുമില്ല, അടുത്തടുത്ത് വാവിനെ കളയാം. അപ്പോൾ ഖുൽ. അപ്പോൾ ഈ ഹംസ പോകുന്നതോ എങ്ങനെയാണ് അംറിൽ? ഈ ഹംസ പോകാനൊരു കാരണമുണ്ട്, എനിക്കത് ഓർമ്മയില്ല ഇപ്പോൾ. ഏതായാലും ഈ വാവും ലാമും സുക്കൂനായിട്ട് അടുത്തടുത്ത് വന്നു. അപ്പോൾ ഫസ്റ്റത്തെ അക്ഷരത്തിന് ഹദ്ഫ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരേ വാക്കിലല്ലേ? ഇപ്പോൾ ഖുൽ എന്നുള്ളതിൽ രണ്ട് സുക്കൂനും ഒരേ വാക്കിലല്ലേ? രണ്ട് സുക്കൂനുള്ള ഹർഫുകളും ഒരേ വാക്കിലാകുമ്പോൾ അത് എഴുത്തിൽ നിന്നും മായ്ക്കും, ഉച്ചാരണത്തിലും മാറ്റും. എന്നാൽ രണ്ട് വാക്കിലാണെങ്കിലോ സുക്കൂന് നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഒരായത്ത് ഖുർആനിലുണ്ട്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ. വഖാലു, ലാസ്റ്റ് അക്ഷരം എന്താ? വഖാലുവിൻ്റെ വാവിൻ്റെ ഹർക്കത്ത് എന്താ? സുക്കൂൻ. ഖാലു എന്നുള്ളതിൽ വാവ് സാക്കിനാണ്. അൽഹംദുലില്ലാൻ്റെ ഫസ്റ്റത്തെ അക്ഷരം ഏതാ? ഹംസ. ആ ഹംസൻ്റെ ഹർക്കത്ത് എന്താ? ഹംസ അല്ല, അത് കൂട്ടി വായിക്കുമ്പോൾ ഹംസ ഉണ്ടാവില്ല. വഖാലുൽ ഹംദുലില്ലാ എന്ന് ഓതുമ്പോൾ അൽഹംദുലില്ലയിൽ ഏതാ അക്ഷരം ഫസ്റ്റ്? ലാമാണ്. വഖാലുൽ, അപ്പോൾ വാവ് പിന്നെ ലാമ്, രണ്ട് വാക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ മായ്ച്ച് കളയില്ല, പക്ഷെ ഉച്ചരിക്കില്ല. എഴുതി കാണിക്കാം. വഖാലു സുക്കൂനല്ലേ? അൽഹംദുലില്ലാ, ലാമിന് സുക്കൂനല്ലേ? അല്ലേ? ഇവിടെ അലിഫുണ്ട്, അലിഫുൻ ഫാരിഖ എന്ന് പറയുന്നത്, ഉച്ചാരണമൊന്നുമില്ല, അതിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. വഖാലു എന്നുള്ള വാവിന് സുക്കൂന്, പിന്നെ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരം ലാമാണ്, വഖാലുൽ. അപ്പോൾ രണ്ട് സുക്കൂന് അടുത്തടുത്ത് വന്നില്ലേ? അപ്പോൾ ഈ വാവിനെ നമ്മൾ കളയും, പക്ഷേ എഴുത്ത് അവിടെ ഉണ്ടാവും. ഖുർആനിൽ നോക്കിയാൽ ഈ അക്ഷരം അവിടെ ഉണ്ടാവും. എന്തുകൊണ്ട് കളയുന്നില്ല? രണ്ട് വാക്കിലാണ്, അതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഹദ്ഫിൻ്റെ കാര്യം. അപ്പോൾ ഹദ്ഫ് പൂർണ്ണമായിട്ടും ഹദ്ഫിയും ഒരേ വാക്കിലാണെങ്കിൽ, ഉച്ചാരണത്തിൽ മാത്രം ഹദ്ഫിയും രണ്ട് വാക്കിലാണ് സാക്കിനായ അക്ഷരങ്ങൾ വരുന്നതെങ്കിൽ. ഇനി തഹ്രീക്ക് നമ്മൾ പറഞ്ഞു, രണ്ട് ഓപ്ഷൻ ഉണ്ട്. തൻവീനും ഹംസത്തുൽ വസ്ൽ. ഉദാഹരണം, തൻവീനും സുക്കൂൻ തന്നെയാണല്ലോ. ഉദാഹരണം കിട്ടിയാൽ തൻവീന് വരുമ്പോൾ അവിടെ എന്താ വെച്ചാൽ, അവിടെ ഹർഫുൽ ഇല്ലത്തല്ലല്ലോ, അവിടെ തഹ്രീക്കാണ്. അനി എന്നാക്കും. ആ തൻവീനെ പിടിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ നൂനിന് കസർ കൊടുക്കും. കാരണം അത് ഇല്ലത്തിൻ്റെ അക്ഷരമല്ലല്ലോ. ഇല്ലത്തിൻ്റെ അക്ഷരം ആണെങ്കിലേ ഹദ്ഫിയുള്ളൂ. രണ്ടക്ഷരം സുക്കൂനുള്ളത് അടുത്തടുത്ത് വന്ന് ഒന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണെങ്കിൽ അതിനെ ഹദ്ഫ് ചെയ്യും. ഇനി ഇല്ലത്തിൻ്റെ അക്ഷരം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നോക്കാം. ഇല്ലത്തിൻ്റെ അക്ഷരം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തഹ്രീക്ക്, അതിന് ഹർക്കത്ത് കൊടുക്കുക. ഹർക്കത്ത് കൊടുത്താൽ അവന് പ്രശ്നം തീർന്നല്ലോ, സുക്കൂനല്ലല്ലോ. ഹർക്കത്ത് ഏതാ കൊടുക്കുക?
മൂന്ന് ഹർക്കത്തും കൊടുക്കാം, കസറും ദമ്മും ഫത്തുഹും കൊടുക്കാം. പക്ഷേ അസല് കസ്റാണ്. ഉദാഹരണം ഖുമില്ലൈല ഇല്ല ഖലീല. ഖും സുക്കൂനല്ലേ ലാസ്റ്റ് അക്ഷരം, ഖും. അല്ലൈല ഫസ്റ്റത്തെ അക്ഷരം ഏതാ? അൽ ലൈല, അങ്ങനെയാണ് ശരിക്ക്. അപ്പോൾ സുക്കൂനാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ മീമിന് കസ്റ കൊടുക്കും. കാരണം മീം എല്ലാത്തിൻ്റെ അക്ഷരമല്ല, കളയാൻ പറ്റില്ല. ഖുല്ലൈല എന്ന് പറയാൻ പറ്റുമോ? മീം കളഞ്ഞാൽ ആകെ പ്രശ്നമാണ്, അർത്ഥങ്ങളൊക്കെ മാറും. അപ്പോൾ മീമിന് കസ്റ കൊടുക്കും. അതാണ് അസ്ല്. അതുപോലെ ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഖുലി എന്നാക്കി. ശരിക്കും എന്തായിരുന്നു? ഖുലിൽ ഹഖ്ഖു, ഖുൽ അൽ ഹഖ്ഖു, ഖുൽ അൽ ഹഖ്ഖു, ഇങ്ങനെയായിരുന്നു അല്ലേ? അപ്പോൾ ഈ ലാമിനെ കളയാൻ പറ്റുമോ? എല്ലാത്തിൻ്റെ അക്ഷരമല്ലല്ലോ. അപ്പോൾ ഈ സുക്കൂന് മാറ്റിയിട്ട് കസ്റ കൊടുത്തു. അതാണ് കസ്റ വരുന്ന സന്ദർഭം. അധികം കസ്റായിരിക്കും, അസ്ല് കസ്റാണ്. ഇനി വമ്മ് വരുന്ന സന്ദർഭങ്ങളുണ്ട് അപൂർവമായിട്ട്. ഉദാഹരണം മാത്രമേ പറയാം, അത് വിശദീകരിച്ചാൽ 4 സന്ദർഭമുണ്ട് വമ്മ് വരുന്നത്. പക്ഷെ അത് 4ഉം കൂടി വരുന്നത് ഈ കസ്റൻ്റെ അടുത്തെത്തൂല. കസ്റയാണ് എല്ലാ സ്ഥലങ്ങളിലും കസ്റ ഉണ്ടാവുക. വളരെ അപൂർവമായിട്ട് വമ്മ് വരും. ഉദാഹരണം റുദ്ദുഹു, റുദ്ദ എന്നുള്ള അമ്രിൻ്റെ മുദഅഫായിട്ടുള്ള ഫെയിൽ, റദ്ദ യറുദ്ദു, റുദ്ദ. അതിന് ശേഷം ഹാ വന്നാൽ റുദ്ദുഹു എന്ന് പറയാം. അത് ഉർദുദ്ഹു എന്നുള്ളതാണ്. ഉർദുദ്ഹു എന്നുള്ളതിന് റുദ്ദുഹു എന്ന് പറയാം. അതുപോലെ തന്നെ മുദഅഫായിട്ടുള്ള ഫെയിൽ മുദാരി ജസ്മ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം ഹാ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് യറുദ്ദുഹു, യറുദ്ദു, അത് യറുദ് എന്നുള്ളത് ജസ്മാണ്. എന്നിട്ട് അതിന് ശേഷം ഹാ വന്നാൽ യറുദ്ദുഹു എന്ന് പറയാം. അതുപോലെ യുഹിബ്ബുഹു ജസ്മി ചെയ്തിട്ട്, യുഹിബ്ബുഹു ജസ്മി ചെയ്തിട്ട്. അതുപോലെ തന്നെ ജമാഅത്തു ദുക്കൂർ, മീമു ജമാഅത്തു ദുക്കൂർ അൽ മുത്തസിലത്തു ബി ദമീർ അൽ മദ്മൂം. ഇത്രയും പറഞ്ഞാൽ എന്താണെന്നറിയോ? കുത്തിബ അലൈക്കുമു സിയാമു, അതിൽ ആ മീമുണ്ടല്ലോ, അലൈക്കുമു എന്നുള്ള മീം, കുത്തിബ അലൈക്കുമു സിയാമു, ഈ മീമുണ്ടല്ലോ, ഇതെന്താണ്? മീമു ജമാഅത്ത് ദുക്കൂർ, ഒരു സംഘം പുരുഷന്മാരെന്ന് പഠിപ്പിക്കുന്ന മീമാണ്, അറിയിക്കുന്ന മീമാണ്. ഈ മീമിൻ്റെ മുമ്പ് ദമീറുൻ മദ്മൂം, കു എന്നുള്ളത് വന്നല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു ഇവിടെ? കുത്തിബ അലൈക്കും അസ്സിയാം എന്നാണ് അല്ലേ? അപ്പോൾ മീമുൽ ജമാ അല്ലെങ്കിൽ മീമു ജമാഅത്ത് ദുക്കൂർ അത് വരികയും അതിൻ്റെ തൊട്ട് മുമ്പ് മദ്മൂമായിട്ടൊരു ദമീറുമാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സുക്കൂന് മാറ്റിയിട്ട് ഈ കാണുന്ന പോലെ ദമ്മാക്കി മാറ്റും. കുത്തിബ അലൈക്കും മുസ്സിയാം. അതൊന്നും ആരും തെറ്റിക്കൂല. കുത്തിബ അലൈക്കും മുസ്സിയാം എന്നേ വായിക്കുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഫത്ത് വരുന്നത് എപ്പോഴാണ്? ഫത്ത് വരുന്നത് താ ഉ തഅനീസിന് ശേഷം അലിഫു തസ്നിയ വന്നാൽ, അതായത് കാലത്ത് എന്നുള്ളതിന് ശേഷം അലിഫ് വന്നാൽ കാലത്താ. അവിടെ ആരെങ്കിലും കാലത്തി എന്ന് പറയുമോ? പറയാൻ കഴിയുന്നെ ചെയ്യില്ല, അത് ഉച്ചരിക്കാൻ കഴിയില്ല. കാലത്ത് എന്നുള്ളതിന് ശേഷം ഒരു അലിഫ് ഇട്ടിട്ട് ആ തായിന് ശരിക്കും അവിടെ സംഭവിച്ചെന്താണ്? കാലത്ത്. അപ്പോൾ ഇത് ദം വരുന്ന സന്ദർഭം, ഇതൊക്കെ കസ്റ വരുന്ന സന്ദർഭം. ഇനി ഫതഹ വരുന്ന ഇതാണ് പറയുന്നത്. കാലത്ത് എന്നുള്ളതിന് ശേഷം അലിഫ് വന്നാൽ എന്താ വായിക്കുക? ഇവിടെ 2 സുക്കൂൻ അടുത്തടുത്ത് വന്നില്ലേ? അപ്പോൾ ഈ സുക്കൂനെ മാറ്റിയിട്ട് എന്താക്കും? ഫതഹാക്കും. ഈ സുക്കൂനെ മാറ്റിയിട്ട് ഫതഹാക്കി മാറ്റും. കാലത്താ താവു തഅനീസ് സാക്കിനക്ക് ശേഷം അലിഫ് വന്നു. അപ്പോൾ കാലത്ത് എന്നുള്ളത് കാലത്താ എന്നാക്കൂലേ? സുക്കൂൻ ഫതഹയില്ലേ? കാലത്തിൽ ആറാബു എന്നുള്ളത് പിന്നെ അലിഫല്ലല്ലോ അതിൻ്റെ ശേഷം വന്നത്, അത് കാലത്ത് അൽ ആറാബു. കാലത്ത് കഴിഞ്ഞിട്ട് താവു തഅനീസ് സാക്കിന് കഴിഞ്ഞിട്ട് അലിഫു തസ്നിയല്ല, എന്തായാലും അലിഫു തസ്നിയ വരുമ്പോഴുള്ള നിയമമാണ് ഫതഹാക്കൽ. അവിടെ വന്നത് ഹംസത്തിൽ മുസന്നൻ്റെ അലിഫ്, അവിടെ വന്നത് അലിഫ്ലാമാണല്ലോ, അത് പറയുന്നുണ്ട്. ഖാലത്ത് ഇംറഅതു കസ്റ് വരുന്നത് നമ്മളിവിടെ പറഞ്ഞത് അതാണ് അസ്ലാണ്. അസ്ല് കസ്റാണല്ലോ. അസ്ലിൽ നിന്ന് പോകുന്നത് എപ്പോഴാണ്? താവ് തഅനീസ് സാക്കിനക്ക് ശേഷം അലിഫു തസ്നിയ വന്നാൽ അതിൽ പെടൂലല്ലോ. അപ്പോൾ അസ്ലിൽ തന്നെ നിൽക്കുക. കാലത്തിൽ ആറാബ്. കൺഫ്യൂഷൻ ആക്കല്ലേ, അസ്ല് മറന്നുപോയി. ഫത്ത് വരുന്ന ഒന്നാമത്തെ കേസ് ഇപ്പോൾ പറഞ്ഞു. എന്താണ്? താവ് തഅനീസ് സാക്കിനക്ക് ശേഷം അലിഫു തസ്നിയ വരിക. രണ്ടാമത്തെ കേസ്
മിൻ അൽ ജാറ, ജറിന് വേണ്ടി ഉപയോഗിക്കുന്ന മിൻ ഉണ്ടല്ലോ, ആ മിന്നിന് ശേഷം അലിഫുലാം വന്നാൽ മിൻ അള്ളാഹി. അപ്പോൾ മിൻ അള്ളാഹി എന്നാണ് ശരിക്കും. എന്തായിരുന്നു? മിൻ പ്ലസ് അള്ളാഹി. അപ്പോൾ ഇവിടെ അള്ളാഹ് എന്നുള്ളതിൻ്റെ സുക്കൂനല്ലേ, ഫസ്റ്റത്തെ ലെറ്റർ സുക്കൂനല്ലേ, ല എന്നല്ലേ. അപ്പോൾ ഈ സുക്കൂനെ മാറ്റിയിട്ട് ഫത്ഹാക്കി മാറ്റും, മിൻ അള്ളാഹി. അപ്പോൾ ഇതാണ് ഫത്ത് വരുന്ന സന്ദർഭം. ഇനി യുഗ്തഫറു ഇൽത്തിഖാഉ സാക്കിനൈൻ, ഇൽത്തിഖാഉ സാക്കിനൈൻ പൊറുക്കപ്പെടും. അതായത് അത് പരിഹരിക്കേണ്ട ആവശ്യമില്ല, പരിഹരിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. രണ്ട് സന്ദർഭത്തിൽ സുക്കൂനുകൾ അടുത്ത് വരൽ അനുവദനീയമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഏതൊക്കെ സന്ദർഭമാണ്? ഒന്ന്, ഇദാ കാന സാക്കിനുൽ അവ്വലു ഹർഫലീൻ വസാനി മുദ്ഗമുൻ ഫീ മിസ്ലിഹി. രണ്ട് ഷർത്തുണ്ട്. ഒന്നാമത്തേത് ഹർഫു ലീനാണ്, ഒന്നാമത്തെ അക്ഷരം. രണ്ടക്ഷരം കൂടുമ്പോഴാണല്ലോ ഇൽത്തിഖാഉ സാക്കിന് വരുന്നത്. വല അദ്ദാല്ലീൻ, ശരിക്കും ഇതെന്താണ്? വാൽ ലീൻ അല്ലേ, ഒരു സുക്കൂനും പിന്നെ ഒരു കസ്റാണല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ സാക്കിനായ അക്ഷരം ഏതാണ്? വാ എന്നുള്ള നീട്ടാനുള്ള അലിഫ്. പിന്നെ ഇവിടെ ലാമിന് സുക്കൂന്. അപ്പോൾ ഈ നീട്ടൽ ഹർഫ് ലീനാണ്. ലീനൊക്കെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മദ്ദും ലീനും നമ്മുടെ വ്യത്യാസമൊക്കെ. ഫതഹക്ക് ശേഷം വരുന്ന അലിഫാണ് ലീനിൻ്റെ അലിഫ്. അലിഫ് എപ്പോഴും ലീനും മദ്ദുമാണ്. അതായത് പിന്നെ ഫതഹക്ക് ശേഷം അലിഫ്, കസ്റക്ക് ശേഷം യാ സുക്കൂനായിട്ട്, ലമ്മിന് ശേഷം വാവ് സുക്കൂനായിട്ട്. ഇത് വരുന്നതിനാണ് എന്ത് പറയുക? ഹർഫുൽ ലീൻ എന്ന് പറയാം. അഫ്വൻ, ഫത്ഹിന് ശേഷം, എല്ലാം ഫത്ഹിന് ശേഷം. ഫത്ഹിന് ശേഷം അലിഫ് വന്നാൽ അത്, ഫത്ഹിന് ശേഷം യാവ് സുക്കൂനായിട്ട് വന്നാൽ, ഫത്ഹിന് ശേഷം വാവ് സുക്കൂനായി വന്നാൽ, അഥവാ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു ആ, അതുപോലെ ഐ, ഔ, ഈ രൂപത്തിൽ വരുന്നതാണ് ഹർഫുൽ ലീൻ എന്ന് പറയുന്നത്. ഹൗഫ്, ബൈത്ത്, അങ്ങനെയുള്ളത്. അപ്പോൾ ഇത് അതിൽപ്പെട്ടതല്ലേ. അലിഫ് എപ്പോഴും എന്താണ്? ഹർഫു ലീനുമാണ്, ഹർഫു മദ്ദുമാണ്. സംശയമല്ല. ഒന്നാമത്തെ അക്ഷരം ലീനാണ്. രണ്ടാമത്തേത് മുദ്ഗമുൻ ഫീ മിസ്ലിഹി, അതായത് ഷദ്ദുള്ള അക്ഷരം. അത്രയുള്ളൂ ചുരുക്കി പറഞ്ഞു. രണ്ടാമത്തെ അക്ഷരം ഷദ്ദുള്ളതാണ്. ഈ സുക്കൂന് വന്നില്ലേ, അത് ഷദ്ദുള്ളൊരു അക്ഷരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് ശരിക്കും ഇവിടെ ഇൽത്തിഖാഉ സാക്കിനല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പരിഹരിച്ചിട്ടില്ല. ഒരാൾ വന്നിട്ട് വലദ്ദാ എന്നിട്ട് ഈ അലിഫിന് കളഞ്ഞിട്ട് വലദ്ദല്ലീൻ എന്ന് ഓതിയാലോ? ഇൽത്തിഖാഉ സാക്കിനുള്ളതുകൊണ്ട് അലിഫ് കളഞ്ഞാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇത് മുഖ്തഫറാണ്. ഇൽത്തിഖാഉ സാക്കിൻ പൊരുത്തപ്പെട്ട അനുവദനീയമായ സന്ദർഭമാണ്. ഒന്ന് എന്ത്? ഒന്നാമത്തെ അക്ഷരം ഹർഫുലീനും രണ്ടാമത്തെ അക്ഷരം മുദ്ഗമുൻ ഫീ മിസ്ലിഹി, ഒരു ഷദ്ദിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഏതാണ്? സാഫാത്ത്. അങ്ങനത്തെ. അടുത്തത് ഇൽത്തിഖാഉ സാക്കിനും കുഴപ്പമില്ലാത്ത രണ്ടാമത്തേത് വഖഫ് ചെയ്യുമ്പോൾ. ഇപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഖാൽ എന്ന് പറഞ്ഞിട്ട് വഖാൽ അല്ലാഹു എന്ന് പറയുന്നത്. അപ്പോൾ വഖാൽ എന്നിട്ട് നിർത്തി. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത്? ഖാൽ എന്ന് പറയുമ്പോൾ വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ, ഉദാഹരണത്തിന് വാൽ എന്ന് പറഞ്ഞിട്ട് നിർത്തി. അപ്പോൾ സുക്കൂന് അങ്ങനെയല്ല നിർത്തിയത്. ഹർക്കത്ത് എഴുത്തിലുണ്ടെങ്കിലും ഓതുമ്പോൾ അങ്ങനെയല്ല നിർത്തുന്നത്. വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. അപ്പോൾ ഇൽത്തിഖാഉ സാക്കിനല്ലേ. അപ്പോൾ ഒരാൾ ഇൽത്തിഖാഉ സാക്കിനെ ഒഴിവാക്കാൻ വേണ്ടി മിൻ വൽ എന്ന് പറഞ്ഞാലോ? പാടില്ല. അപ്പോൾ വഖഫിൻ്റെ സന്ദർഭത്തിലും പിന്നെ ഈ ഷദ്ദുള്ള അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂന് വരുന്ന കേസിലും ഇൽത്തിഖാഉ സാക്കിനൈൻ പ്രശ്നമല്ല. ഇനി ഒരു ചെറിയൊരു ബാബ് പറയാനുള്ളത്, മദ്ദു ലാസിം കലിമി ആൽ ആന. അത് എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട് ഖുർആനിൽ? സൂറത്ത് യൂനുസിൽ 2 പ്രാവശ്യം മദ്ദു ലാസിം കലിമി വന്നിട്ടുണ്ട്. ആൽ ആന, അത് അതേ പറഞ്ഞ പോലെ തന്നെ. ആൽ ആന എഴുതി വെക്കാം. ആൽ ആന. ആൽ ആനയിൽ ഇവിടെ ഓക്കെ അലിഫാണ്. അലിഫും ഈ നൂനിന് സുക്കൂനും അല്ലേ? അതല്ലേ പ്രശ്നം? പക്ഷെ അവിടെ ഇവിടെ തുടക്കത്തില്ല ഹംസ കഴിഞ്ഞിട്ട് അലിഫ് പിന്നെ ലാം. ആൽ ആന. ഒരു ചോദ്യമാണ്, അതൊരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അന്വേഷിക്കാം. ആദ്ദക്കറൈനി അവിടെ അത് വന്നു, ഇവിടെ അത് വന്നിട്ടില്ലല്ലോ. പക്ഷേ വേറെ ഒന്നുണ്ട് കേട്ടോ.
ആൽ ആന അത് പറയാൻ പറ്റില്ല. മുതുകമൻ ഫിമിസ്ലിഹി എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഉച്ചാരണമല്ലേ നമ്മൾ നോക്കുക, ഉച്ചാരണമല്ലേ നോക്കുന്നത്. അന്വേഷിക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയുള്ളത് ഒരു ബാബ് പറയാനുള്ളത് ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്വാണ്. അതത്ര ദറൂറത്തുള്ള സംഗതിയല്ല, സമയമല്ല, ഒരു 15 ഉണ്ടെങ്കിലും വേണം. അത് പഠിച്ചാൽ കൺഫ്യൂഷൻ ആവുക. ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്വ ഉണ്ട്. പിന്നെ 2 കാര്യങ്ങളുള്ളത്. അത് നമ്മൾ ഇപ്പോൾ എന്താ പഠിച്ചതെന്ന് അഹ്കാം മുശ്തറക്കല്ലേ. അഹ്കാം മുശ്തറക്കയിൽ 5 കാര്യങ്ങളാണ് ഈ മത്തിനുള്ളത്. ഒന്ന് ഇബ്ദാൽ, അതിൽ നമ്മൾ പറഞ്ഞു. 2 ഇലാൽ, അതാണ് ഏറ്റവും പ്രധാനം, അത് 2ഉം പറഞ്ഞു. പിന്നെ ഉള്ളത് ഇൽത്തിഖാഉ സാക്കിനൈൻ, അത് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് പിന്നെ ഹംസത്തുൽ വസ്ൽ ഹംസത്തുൽ ഖത്വ ഉണ്ട് ഇല്ലേ, ഉണ്ട്. പിന്നെ ഇമാലത്തും ഇദ്ഗാമും, 6 കാര്യങ്ങളാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്വവും കുറച്ച് പഠിക്കാനുള്ളതാണ്, കുറച്ചുണ്ട്. ഇദ്ഗാമും ഇമാലത്തും എന്ന് പറഞ്ഞാൽ, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഷദ്, നമ്മൾ മദ്ദ 2 ദാല് കൂടിയിട്ട് മദ്, അത് എന്താ പറയുക, ചില സമയത്ത് പാടില്ലാത്തതുണ്ട്, ചില സമയത്ത് അനുവദനീയമായതുണ്ട്. പക്ഷെ നമ്മൾ ഉച്ചാരണത്തിൽ ഒരിക്കലും തെറ്റിക്കുന്നതല്ല അത്. ഇപ്പോൾ ഒരാൾ മദ്ദ എന്നുള്ളത് മാറ്റിയിട്ട് മദദ എന്ന് എപ്പോഴെങ്കിലും പറയും? ആരും പറയില്ല. അതുപോലെ ഇമാലത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹയെ ചെരിച്ചിട്ട് ഫത്ഹക്കും കസറക്കും ഇടയിലായി ഉച്ചരിക്കുക. അപ്പം നിഅ്മ എന്നുള്ളത് നിഅ്മെ എന്ന് പറയാം, നമ്മുടെ മലയാളത്തിലെ എ. അതുപോലെ അലിഫിൻ്റെ യാൻ്റെയും ഇടയിലായിട്ട് ഉച്ചരിക്കുക, അത് മലയാളത്തിലെ എ എന്നുള്ളത് വല്ലുഹേ. അപ്പോൾ മലയാളത്തിൽ എ എന്നീ 2 അക്ഷരങ്ങൾ, ഫത്ഹിനെ ഈ എയും അലിഫിനെ എയും ആക്കിയിട്ട് വായിക്കുക, അതാണ് ഇമാലത്ത് എന്ന് പറയുന്നത്. അതും ഇമാലത്ത് പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്, പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ഇമാലത്ത് ഉപയോഗിക്കാത്തവരാണ്, അതുകൊണ്ട് നമ്മളതിനെപ്പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. അത് അറബികളിൽ ചില ആളുകൾ ഇമാലത്ത് ഉപയോഗിക്കാറുണ്ട്. അവർക്ക് ഇമാലത്ത് ജായിസും മുംതനിയുമായിട്ടുള്ള, അല്ലെങ്കിൽ ജായിസും മംനുവുമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതവർക്ക് ആവശ്യമുള്ള കാര്യമാണ്, നമുക്കതിൻ്റെ പ്രസക്തിയും മനസ്സിലാവുന്നില്ല. അപ്പം അത്ര അത്യാവശ്യമുള്ളതല്ല അത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്വയാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഹംസത്തുൽ വസ്ൽ എന്താണ്, ഹംസത്തുൽ ഖത്വ, സമയം കഴിഞ്ഞ ഏകദേശം. അപ്പോൾ ഇതോടുകൂടി സർഫ് സഗീർ എന്ന് പറഞ്ഞ കിതാബ് ഇവിടെ അവസാനിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ 15 ക്ലാസ്സാണ്, ഇതുപോലെ ഒരു 15 ക്ലാസ് എടുത്താൽ നഹ്വു സഗീർ എന്ന് പറഞ്ഞ കിതാബും തീരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അധ്വാനാണ് അറബി പഠിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.